സാക്കളെ സുഹൃത്തുക്കളെ, നമ്മളുടെ AIDSOടെ ചരിത്ര പഠന പരിപാടിയുടെ ഭാഗമായിട്ട് പുതിയൊരു ഭാഗമായിട്ടാണ് ഇന്നിവിടെ ഈ ഒരു പരിപാടി, ഈ ഒരു ചർച്ച നടത്തുന്നത്. ഇത് നമുക്കറിയാം, ചർച്ചയുടെ വിഷയം പ്രാചീന ഇന്ത്യൻ ചരിത്ര പഠനത്തിലെ ഒരു ആമുഖം എന്ന വിഷയത്തെ പറ്റി നമുക്കറിയാം. പുതിയതായിട്ട് UGC ഹിസ്റ്ററി സിലബസ് കരിക്കുലം പുറത്തു വന്നു. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിവിടെ ചർച്ച സംഘടിപ്പിച്ചിരിക്കുന്നത്. നമ്മൾ ആ സിലബസ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് പുതിയ സിലബസ് പ്രകാരം ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ആ മാറ്റങ്ങളൊക്കെ തന്നെ വർഗീയവൽക്കരിക്കുകയും ചരിത്രത്തെ വർഗീയവൽക്കരിക്കുകയും അതുപോലെ തന്നെ ഒരു ഗുണപരമായോ ഒന്നും തന്നെ ഒരു യോഗ്യതയും ഇല്ലാത്ത രീതിയിലാണ് പുതിയ സിലബസ് ഇറക്കിയിരിക്കുന്നത്. അപ്പം അതിലെ ചാപ്റ്ററുകൾ എടുത്തു നോക്കുകയാണെങ്കിൽ തന്നെ ഐഡിയ ഓഫ് ഭരത്, ആര്യൻ സാമ്രാജ്യത്തിന്റെ ആര്യന്മാരുടെ യഥാർത്ഥ ഭവനം, അതുപോലെ രാമായണത്തിനും മഹാഭാരതത്തിനും സംഭവങ്ങളെ യഥാർത്ഥം എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള സൂചിപ്പിക്കുന്ന ഇതിഹാസ ചരിത്രം, സംസ്കാരം, ഇങ്ങനെയുള്ള രീതിയിൽ ചരിത്രത്തെ വളച്ചൊടിച്ചുകൊണ്ടാണ് പുതിയ സിലബസ് വന്നിരിക്കുന്നത്. അത് മാത്രമല്ല, DD കോശാംബിയെയും RS ശർമ്മയെയും DN ഝായെ പോലുള്ള ചരിത്രകാരന്മാരെ ഗ്രന്ഥസൂചികയിൽ നിന്ന് പൂർണ്ണമായിട്ട് ഒഴിവാക്കിക്കൊണ്ടാണ് പുതിയ ചരിത്ര സിലബസ് ഇറങ്ങിയിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ ഡിസ്കഷൻ ഇവിടെ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇതിനു വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്നത് ഡോക്ടർ മാളവിക ബിന്നിയാണ്. മാമിനെ പറ്റി പറയുകയാണെങ്കിൽ മാം SRM കോളേജ്, ആന്ധ്രാപ്രദേശ് SRM കോളേജിലെ ദ സ്കൂൾ ഓഫ് ലിബറൽ ആർട്സ് ആൻഡ് ബേസിക് സയൻസിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ആണ്. അപ്പോ അതുപോലെ ഇപ്പോ നമ്മളുടെ വളരെ പ്രശസ്തയായ ചരിത്രകാരിയും കൂടിയാണ്. മാമിന്റെ പല ലെക്ചറുകളും നമ്മൾ യൂട്യൂബിലും അതുപോലെ ക്ലബ് ഹൗസ് ചർച്ചകളിലും എല്ലാം കേട്ടിട്ടുണ്ട്. പല വിഷയത്തിലും മാമിനുള്ള ഡീപ്പായിട്ടുള്ള ധാരണകളെ പറ്റിയൊക്കെ നമുക്കറിയാം. അപ്പൊ മാമാണ് ഇന്നിവിടെ ഈ ചർച്ചയുടെ ആദ്യ ഭാഗത്ത് നമ്മളോട് സംസാരിക്കാൻ വന്നിരിക്കുന്നത്. അപ്പൊ മാമിനെ ഞാൻ ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ ചർച്ചയ്ക്ക് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മിക്കവരും ഈ വിഷയത്തെ പറ്റി അറിയുവാനും എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാനുള്ള ആഗ്രഹത്തോടുകൂടി വന്നു ചേർന്നിട്ടുള്ളവരാണ്. അപ്പൊ അവരെല്ലാവരെയും തന്നെ ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പൊ മാളവിക മാമിനെ അടുത്തായിട്ട് ഈ ചർച്ച നയിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. താങ്ക് യു അഞ്ജലി. എന്നെ സംബന്ധിച്ച് അഞ്ജലി ഈ ഒരു വിഷയം എന്നോട് അവതരിപ്പിച്ചപ്പോൾ ഒന്ന് എനിക്ക് ഭയങ്കര ഐ വാസ് വെരി ഡിലൈറ്റഡ് ബിക്കോസ് ഈ ഒരു വിഷയത്തിൽ എനിക്ക് തോന്നുന്നു ഒരു കഴിഞ്ഞ 3-4 വർഷമായിട്ട് നിരന്തരമായിട്ട് എൻഗേജ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. ഞങ്ങൾ മാത്രമല്ല, എനിക്ക് തോന്നുന്നു ചരിത്രത്തെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ഡൂയിങ് ഹിസ്റ്ററി, അതായത് ചരിത്രത്തിന്റെ പ്രൊഫഷനിലുള്ള മിക്ക സീരിയസ് ആയിട്ടുള്ള ചരിത്രകാരന്മാരും ചരിത്രകാരിമാരും എൻഗേജ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം തന്നെയാണ്. കാരണം നമ്മൾ ഫസ്റ്റ് NDA റിജൈം വന്ന സമയം തൊട്ട് ഉള്ള വലിയൊരു ശ്രമമാണ് ഈ സാഫ്രണൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ, അതായത് നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ഒരു വൽക്കരണം. ഈ ഒരു അജണ്ട രണ്ടാമത്തെ പ്രാവശ്യം എന്താണ് ദ ഗ്രേറ്റ് പേഷ്വ എന്ന് ദളിത് സ്കോളർഷിപ്പ് വിളിക്കുന്ന ഭീമ കൊരഗാവോണിന്റെ പശ്ചാത്തലത്തിൽ ഗ്രേറ്റ് പേഷ്വ എന്ന ദളിത് സ്കോളർഷിപ്പ് വിളിക്കുന്ന അദ്ദേഹം ഭരണത്തിൽ വന്നതോടെ വി വർ പ്രിറ്റി ഷ്യൂർ ദാറ്റ് ഇതെല്ലാം സംഭവിക്കാൻ വളരെ അധികം ചാൻസ് ഉണ്ട് എന്നുള്ളത്. NEPയുടെ കരട് രേഖ കസ്തൂരിരംഗൻ കമ്മിറ്റി സമർപ്പിച്ചപ്പോഴും അത് കഴിഞ്ഞ് NEPയുടെ പോളിസി ഡോക്യുമെന്റ് വെളിയിൽ വന്നപ്പോഴും അത് വളരെ വ്യക്തമായിരുന്നു ആരെയാണ് എക്സ്ക്ലൂഡ് ചെയ്യുന്നതെന്നും ഏതൊക്കെ കമ്മ്യൂണിറ്റീസിനെയാണ് ഡീമണൈസ് ചെയ്ത് കാണിക്കാൻ ശ്രമിക്കുന്നതെന്നൊക്കെ വളരെ വളരെ ക്ലിയർ ആയിരുന്നു. അതിലൊരു ചെറിയ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ NEPയിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിരിക്കുന്ന ഒരു ടേമാണ് ഇന്ത്യൻ നോളജ് ട്രഡീഷൻ. അതൊരു ബസ് വേർഡായിട്ട് യൂസ് ചെയ്തിരിക്കുന്നതാണ്. ഇതുപോലെ തന്നെ യൂസ് ചെയ്തിരിക്കുന്ന മറ്റൊരു ടേമാണ് സ്റ്റുഡൻറ് ഡ്രിവൻ നോളജ് എക്കണോമി എന്നുള്ള. ഈ 2 ടേമും നമ്മൾ എടുത്തു നോക്കിയാൽ ഇന്ത്യൻ നോളജ് ട്രഡീഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ലിസ്റ്റ് കൊടുത്തതിൽ ആകെ ഒരു ധമ്മകീർത്തിയും അശ്വഘോഷം എന്ന് പറഞ്ഞ 2
ബുദ്ധിസ്റ്റ് സ്കോളേഴ്സിന്റെ പേരല്ലാതെ ബാക്കി എല്ലാ സ്കോളേഴ്സും ഒരു സാൻസ്ക്രിറ്റിക് പാരമ്പര്യത്തിൽ നിന്നാണ്. അവരുടെ സ്കൂൾസ് ഓഫ് തോട്ട്സ് ആണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യൻ നോളജ് ട്രഡീഷനിൽ യുനാനി മെഡിസിനോ ടിപ്പ് മെഡിസിനോ ഉള്ള റെപ്രസെന്റേഷനെ നമ്മൾ കാണുന്നില്ല. സൂഫി ട്രഡീഷൻസിന്റെ റെപ്രസെന്റേഷൻ ആ ഒരു എൻറ്റയർ NEPയുടെ പോളിസി ഡോക്യുമെന്റിൽ നമുക്ക് കാണാൻ പറ്റില്ലായിരുന്നു. ആൻഡ് ഒരുപാട് അവിജിത് പാത്തക് പോലുള്ള സോഷ്യോളജി ഓഫ് എഡ്യൂക്കേഷനെ കുറിച്ച് വളരെ ഗഹനമായിട്ട് പഠിച്ചിട്ടുള്ള പ്രൊഫസേഴ്സ് പറയുന്ന കാര്യമാണ്, നോളജ് സൊസൈറ്റി എന്ന് നമ്മൾ നമ്മൾ അതിലോട്ടാണ് എത്താൻ ശ്രമിക്കുന്നത്. പക്ഷെ നോളജ് എക്കണോമി എന്ന് പറയുന്നത് എന്താണ്? അത് വളരെ കൃത്യമായിട്ട് മൾട്ടിനാഷണൽ കമ്പനീസ് ഡിക്റ്റേറ്റ് ചെയ്യുന്ന റിസർച്ച് നടത്തുന്ന യൂണിവേഴ്സിറ്റികളുള്ള ഒരു എക്കണോമിയാണ്. എന്നിട്ട് അവർ പറയും ഇപ്പോൾ സമൂഹത്തിനല്ല അത് വേണ്ടത്, അത് ക്യാപിറ്റലിസത്തിന് ആവശ്യമുള്ള ടെക്നോളജി ഉൽപ്പാദിപ്പിക്കാനും അതിന് ആവശ്യമുള്ള റെറ്ററിക്കുകളെയും പബ്ലിക് ഡിസ്കോഴ്സുകളെയും നിർമ്മിക്കാൻ വേണ്ടിയാണ് ഒരു നോളജ് എക്കണോമി, വേർ the education system will be intensively connected to the capitalist economy. ഇതിനെ സ്ഥാപിക്കാൻ വേണ്ടിയുള്ള ശ്രമം UGCയുടെ ഹിസ്റ്ററി മാത്രമല്ല ബാക്കിയുള്ള സോഷ്യൽ സയൻസസ് കരിക്കുലയിലും വളരെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. നേരത്തെ അഞ്ജലി സൂചിപ്പിച്ച പോലെ ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒരു 20 വർഷത്തിൽ ഇന്ത്യൻ ചരിത്രത്തിന്റെ മേഖലയിൽ ഹിസ്റ്റോറിയോഗ്രഫി എന്നാണ് ഞങ്ങൾ അതിനെ പറയുന്നത്, ഹിസ്റ്ററി ഓഫ് ഹിസ്റ്ററി റൈറ്റ്, ചരിത്ര രചനയ്ക്ക് ഒരു ഘടനയുണ്ട്, അതിനൊരു രീതിശാസ്ത്രമുണ്ട്. പല പല സ്കൂളുകളിൽ നിന്ന്, അതിപ്പോ മാർക്സിസ്റ്റ് സ്കൂളുകളിൽ നിന്ന്, പോസ്റ്റ് മോഡേൺ സ്കൂളുകളിൽ നിന്ന്, സബോൾട്ടൺ സ്കൂളിൽ നിന്ന്, നാഷണലിസ്റ്റ് അല്ലെങ്കിൽ കൊളോണിയൽ സ്കൂളിൽ ഇങ്ങനെ പല സ്കൂൾസ് ഓഫ് ഹിസ്റ്റോറിയോഗ്രഫി ഉണ്ട്. കഴിഞ്ഞ ഒരു 20 years സ്കോളർഷിപ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ, പോട്ടെ കഴിഞ്ഞ ഒരു 40 years സ്കോളർഷിപ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് മാർക്സിസ്റ്റ് ഹിസ്റ്റോറിയോഗ്രഫി, സബോൾട്ടൺ ഹിസ്റ്റോറിയോഗ്രഫിയാണ്. ഈ 2 സ്കൂൾസ് ഓഫ് ഹിസ്റ്റോറിയോഗ്രഫിയുടെയും ഉള്ള ഒരു ഹിസ്റ്റോറിയന്റെ പേര് കഷ്ടപ്പെട്ടൊക്കെ നമ്മൾ കണ്ടുപിടിക്കേണ്ട വരും. അത് എസെൻഷ്യൽ റീഡിംഗ് ലിസ്റ്റ് ഉണ്ടെങ്കിൽ തന്നെ എസെൻഷ്യൽ റീഡിംഗ് ലിസ്റ്റിൽ ഏറ്റവും അവസാനത്തെ, ആ പട്ടികയിൽ ഏറ്റവും അവസാനമായിട്ട് പ്ലേസ് ചെയ്യുന്ന ഇടത്തായിരിക്കും. സോ ഇതിപ്പം ചരിത്രകാരിമാരെയോ അവോയ്ഡ് ചെയ്യുന്നതല്ല അവിടെ പ്രശ്നം. അവർ പ്രൊഡ്യൂസ് ചെയ്ത റീകൺസ്ട്രക്ട് ചെയ്ത ചരിത്രത്തെ അവോയ്ഡ് ചെയ്ത് കളഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അതിനേക്കാളും ഏറ്റവും വലിയ പ്രശ്നം. സോ വെൻ പ്രൊഫസർ കുങ്കും റോയ്, പ്രൊഫസർ റോമില താപ്പർ, ഞാൻ പറയുന്ന ഓഡിബിൾ ആണല്ലോ അല്ലെ, വ്യക്തമാണല്ലോ? ബുദ്ധിസ്റ്റ് പാരമ്പര്യത്തെ കുറിച്ചും അല്ലെങ്കിൽ ജൈന പാരമ്പര്യത്തെ കുറിച്ചും ഇന്ത്യയിൽ നടന്നിട്ടുള്ള സോഷ്യൽ റെവല്യൂഷൻസിനെ കുറിച്ചും ഭക്തി മൂവ്മെന്റിന്റെ കാസ്റ്റ് ഫോർമേഷനെ കുറിച്ചും സെക്കൻഡ് അർബനൈസേഷനെ കുറിച്ചും സംസാരിക്കുമ്പോൾ നമ്മൾ റോമില താപ്പറുടെ വർക്ക് മുഴുവൻ എടുത്തു മാറ്റുമ്പോൾ, അല്ലെങ്കിൽ കുങ്കുമറയുടെ വർക്ക് മുഴുവൻ എടുത്തു മാറ്റുമ്പോൾ, ഇർഫാൻ ഹബീബിന്റെ വർക്ക് അല്ലെങ്കിൽ സതീഷ് ചന്ദ്രയുടെ വർക്ക് മുഴുവൻ എടുത്തു മാറ്റുമ്പോൾ ഈ ഇന്ത്യൻ ഹിസ്റ്ററിയിലെ ഈ എപ്പിസോഡ്സ് വിച്ച് വെന്റ് ഇൻ ടു ദ കൺസ്ട്രക്ഷൻ ഓഫ് ദിസ് പ്ലൂറൽ കോസ്മോപൊളിറ്റൻ ഇന്ത്യ ദാറ്റ് വി ഓൾ ബിലോങ് ടു, അത് കംപ്ലീറ്റ്ലി ഇറേസ്ഡ് ആകുകയാണ്. സോ ഹിസ്റ്റോറിയൻസിനെ മാറ്റി നിർത്തുന്നത് മാത്രമല്ല അവിടെ നടക്കുന്ന, അതിനേക്കാളും വലിയൊരു ഇറേഷൻ, അതിനേക്കാളും വലിയൊരു എപ്പിസ്റ്റമിക് വയലൻസ് അവിടെ സംഭവിക്കുന്നുണ്ട്. വിച്ച് ഇസ് ഹ്യൂജ് എപ്പിസോഡ്സ്, ഹ്യൂജ് ഫോർമേഷൻസ് ഓർ ഹ്യൂജ് ഡിസ്കോഴ്സസ് about Indian history or the subcontinental history erased പോവാണ്. ആൻഡ് ഇതിനേക്കാളും വലിയ ഒരു ക്രൈം അല്ലെങ്കിൽ ഇതിനേക്കാളും വലിയൊരു വയലൻസ്, അത് പെഡഗോജിക്കൽ ലെവലിൽ നിന്ന് തുടങ്ങുന്ന ഒരു വയലൻസ് നമുക്ക് സ്റ്റുഡൻസിന് പുറത്ത് ഇമ്പോസ് ചെയ്യാൻ പറ്റുമെന്ന് ആസ് എ ഹിസ്റ്റോറിയൻ എനിക്ക് വലിയ സംശയമാണ്. ഇതിന്റെ ഞാൻ വിചാരിക്കുന്നത് ഈ ഒരു സിലബസിന്റെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് മേ ബി ഒരു 1-2 പേപ്പറുകൾ വിശദമായിട്ട് തന്നെ ഒരു കേസ് സ്റ്റഡി പോലെ അല്ലെങ്കിൽ ഒരു ടെംപ്ലേറ്റ് പോലെ, കാരണം ഈ എത്രയും പേപ്പറുകൾ നോക്കിയാലും ഈ ഒരു ജനറൽ ട്രെൻഡ്സ് റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ അതിലേക്ക് നമ്മൾ തിരിയുന്നതിന് മുമ്പേ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ചരിത്രം എന്നുള്ളതിന്റെ ഒരു പ്രാധാന്യം ആണ്. ഇന്ത്യ പോലുള്ള
ഡൈവേഴ്സ് ട്രഡീഷൻസ് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു സ്ഥലത്ത് ഐഡന്റിറ്റി ഫോർമേഷനിൽ ഏറ്റവും വലിയ കോമ്പണന്റ് അത് നമ്മുടെ നാഷണൽ ഐഡന്റിറ്റി ആണെങ്കിലും ശരി, നമ്മൾ ഇന്ത്യൻ എന്നുള്ള ഒരു ഐഡന്റിറ്റി ആണെങ്കിലും ശരി, നമ്മുടെ റീജിയണൽ ഐഡന്റിറ്റി ആണെങ്കിലും ശരി, നമ്മുടെ ജെൻഡർ ഐഡന്റിറ്റി ആണെങ്കിലും ശരി, ഇതിന്റെ എല്ലാത്തിന്റെയും കൺസ്ട്രക്ഷനിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, ഏറ്റവും സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് നമ്മുടെ പേഴ്സണൽ ഹിസ്റ്ററിയുടെയും നമ്മുടെ നാഷണൽ ഹിസ്റ്ററിയുടെയും നമ്മൾ എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ട് പഠിക്കുന്ന ഹിസ്റ്ററിയുടെയാണ്. അപ്പൊ ഈ ഹിസ്റ്ററിയാണ് നമുക്ക് ഗ്രാംഷിയൊക്കെ പറയുന്നത് പോലെ ഒരു കാലഘട്ടത്തിൽ ഇറ്റലിയിൽ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ട് സോഷ്യൽ സയൻസിന്റെ എല്ലാ കാര്യങ്ങളും സ്ട്രിപ്പ് ഓഫ് ചെയ്തിട്ട് പ്യുവർ എഞ്ചിനീയറിംഗ്, പ്യുവർ ടെക്നിക്കൽ കോഴ്സസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഒരു ശ്രമം നടക്കുകയാണ്. ആ ശ്രമം ഭയങ്കരമായിട്ട് പരാജയപ്പെട്ടു പോയി. കാരണം ലാംഗ്വേജിൽ കൂടെ നമുക്ക് മനുഷ്യന് കൺവേ ചെയ്യാൻ പറ്റുള്ളൂ കാര്യങ്ങൾ. അതുകൊണ്ട് എത്ര നമ്മൾ ഈ കോട്ട് ആൻഡ് കോട്ട് സയൻസിന്റെ ലാംഗ്വേജ് യൂസ് ചെയ്യാൻ ശ്രമിച്ചാലും അതിന്റെ എക്സാമ്പിൾസിലൂടെ, അനക്ഡോട്ടിലൂടെ, ആ ലാംഗ്വേജിൽ എംബഡഡ് ആയിട്ടുള്ള പവർ പൊളിറ്റിക്സിലൂടെ സോഷ്യൽ ഇനിക്വാലിറ്റീസ് എല്ലാ ഡിസ്കോഴ്സുകളിലേക്കും കടന്നു വരും. അപ്പൊ അതിന്റെ ഒരു പ്രശ്നം ഒരു സൈഡ് നിൽക്കും. തന്നെ ഗ്രാംഷി പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ ഒരു എന്താ പറയുന്നത്, ഈ ഒരു ഹെജിമോണി എന്ന് പറയുന്ന ഒരു അപ്പാരറ്റസ് വർക്ക് ചെയ്യുന്നതിന്റെ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മീഡിയ അല്ലെങ്കിൽ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫോർമാറ്റ് ആണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. കാരണം നമ്മുടെ സ്കൂൾ ടെക്സ്റ്റ് ബുക്കുകൾ നമ്മളോട് വളരെ കൃത്യമായിട്ട് പറഞ്ഞു തരും ആരാണ് അതർ എന്നുള്ളത്. അന്യവൽക്കരണം എന്നുള്ള ഒരു പ്രോസസ് ഇതിനേക്കാളും കൂടുതലായിട്ട് വിസിബിൾ ആയിട്ടുള്ള മേ ബി നമ്മുടെ ന്യൂസ് പേപ്പേഴ്സിൽ മാത്രമായിരിക്കും. പക്ഷെ ന്യൂസ് പേപ്പറിനേക്കാളും ആധികാരികത നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനുണ്ട്. ഒരു ടീച്ചർ ഒരു ക്ലാസ്സിൽ ഇരുന്ന് പറഞ്ഞു കൊടുക്കുന്ന പല കാര്യങ്ങളും ആയിരിക്കാം ഒരു കുട്ടിയുടെ മനസ്സിൽ ഏറ്റവും ഒതന്റിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആയിട്ട് കിടക്കുന്നത്. ഇത് രണ്ട് രീതിക്ക് അതറിങ് സംഭവിക്കാം. ഒരു കമ്മ്യൂണിറ്റിയെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ ഡീമണൈസ് ചെയ്ത് കാണിക്കുന്നതിലൂടെ, അല്ലെങ്കിൽ അവർ ഈ നാട്ടുകാരല്ല എന്ന് തദ്ദേശീയരല്ല എന്ന് പറയുന്നതിലൂടെ, അവര് ബാർബേറിയൻസ് ആണെന്ന് പറയുന്നതിലൂടെ, അവർ ഇൻവേഡേഴ്സ് ആണെന്ന് പറയുന്നതിലൂടെ വളരെ ഡെഫിനിറ്റീവ് ആയിട്ടുള്ള ലാംഗ്വേജിൽ ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചത്, ഇങ്ങനെ ഒരു പാസ്റ്റ് ആണ് ഈ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനുള്ളത് എന്ന് പറയുന്നതിലൂടെ അതർ ചെയ്യാം. ദി അതർ കൈൻഡ് ഓഫ് അതറിങ് ദാറ്റ് വി ഹാവ് ഇസ് ഒരു സെറ്റ് ഓഫ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ കുറിച്ച് സംസാരിക്കാതിരിക്കുന്നതിലൂടെ നമുക്ക് അതർ ചെയ്യാൻ പറ്റും. അപ്പൊ ഈ സെക്കൻഡ് ഗ്രൂപ്പിലാണ് നമ്മുടെ ദളിത് ബഹുജന ആദിവാസി സമൂഹങ്ങൾ വരുന്നത്. ഇന്ന് വരെ നമ്മുടെ ഒരു രാഷ്ട്രീയ ചരിത്രത്തില് നമ്മള് നോക്കുകയാണെങ്കിൽ ദളിത് റെപ്രസെന്റേഷൻ ബിയോണ്ട് വാട്ട് ഈസ് പ്രിസ്ക്രൈബ്ഡ് ബൈ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് കണ്ടിട്ടില്ല. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളുടെ ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിലും എവിടെയെങ്കിലും ഒരു കോളം അംബേദ്കറിനെ കുറിച്ച് ഉള്ളതല്ലാതെ നമുക്ക് വേറെ ഒരു സ്ഥലത്തും ഒപ്രസ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസിന്റെ അല്ലെങ്കിൽ ഒരു സന്താൽ റിബല്യൺ എവിടെയെങ്കിലും കാണും, ഒരു വൺ ഓഫ് ചാപ്റ്റർ ആയിട്ട് നമുക്ക് ഇത് കാണാനേ പറ്റില്ല. അപ്പൊ ഒരു രണ്ടാമത്തെ രീതിയിലുള്ള അന്യവൽക്കരണം നടക്കുന്നത് അല്ലെങ്കിൽ അതറിങ് നടക്കുന്നത് ഈസ് ബൈ ഇൻവിസിബിലൈസേഷൻ. ഒരു വലിയ കമ്മ്യൂണിറ്റി ഓഫ് ആൾക്കാരെ അദൃശ്യവൽക്കരിച്ച് അങ്ങ് കളയും. ഇതിൽ ഏതാണ് കൂടുതൽ വയലന്റ് എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. രണ്ടും ഹിംസ തന്നെയാണെന്ന് പറയാൻ പറ്റുള്ളൂ. വർഷങ്ങളായിട്ട് ബി ആർ അംബേദ്കറിന്റെ അനൈഹിലേഷൻ ഓഫ് കാസ്റ്റ് എഡ്യൂക്കേഷണൽ കരിക്കുലത്തിന്റെ ഭാഗമാക്കണമെന്ന് ദളിത് സംഘടനകളും ദളിത് സ്കോളേഴ്സും വീണ്ടും വീണ്ടും വാദിച്ചിട്ടും ഇപ്പോഴും നമ്മൾ BA ഹിസ്റ്ററിയുടെ UGC കരിക്കുലത്തിൽ നോക്കുകയാണെങ്കിൽ ദളിത് സ്കോളേഴ്സിന്റെ ഒരു മേജർ ദളിത് വിവേകാനന്ദ ഝാഡ വർക്കോ കാഞ്ചായലയുടെ വർക്കോ അംബേദ്കറുടെ തന്നെ വർക്കോ ഒന്നും നമുക്ക് കാണാൻ പറ്റത്തില്ല. ഇറ്റ് ഈസ് ആസ് ഇഫ് ദോസ് ആർ നോൺ എക്സിസ്റ്റന്റ്. അപ്പൊ ഈ ഒരു രണ്ട് പ്രോസസ്സും അതിന്റെ ഏറ്റവും ആംപ്ലിഫൈഡ് ആയിട്ടുള്ള ഏറ്റവും എക്സാജറേറ്റഡ് ആയിട്ടുള്ള വിധത്തിൽ നമുക്ക് ഈ ഒരു UGC കരിക്കുലത്തിൽ കാണാൻ പറ്റും.
പോളോ ഫ്രിയർ പെഡഗോജി ഓഫ് ദി ഒപ്രസ്ഡ് ലാറ്റിൻ അമേരിക്കൻ എഡ്യൂക്കേഷണൽ തിയറിസ്റ്റ് ആണ്. അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, എഡ്യൂക്കേഷൻ എന്നുള്ളത് നമ്മളെ ഒപ്രഷൻ എന്താണ് എന്ന് തിരിച്ചറിയാൻ എക്യുപ്പ് ചെയ്യണം. അത് എനി കൈൻഡ് ഓഫ് ഒപ്രഷൻ ആയിക്കോട്ടെ, അത് ജെൻഡർ ബേസ്ഡ് ഒപ്രഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ കാസ്റ്റ് ബേസ്ഡ് ഒപ്രഷൻ ആയിക്കോട്ടെ, ക്യാപിറ്റലിസ്റ്റ് ഒപ്രഷൻ ആയിക്കോട്ടെ, എന്ത് കൈൻഡ് ഓഫ് ഒപ്രഷനെയും തിരിച്ചറിയാൻ സിറ്റിസൺസിനെ എക്യുപ്പ് ചെയ്യുന്നതാണ് ആക്ച്വൽ എഡ്യൂക്കേഷൻ. പക്ഷേ മിക്ക ഗവൺമെന്റുകളും പ്രൊവൈഡ് ചെയ്യുന്ന എഡ്യൂക്കേഷൻ അപ്പോൾ നിലനിൽക്കുന്ന വിച്ച് എവർ കണ്ടംപററി പീരീഡ് ആണോ നിലനിൽക്കുന്ന ആ കണ്ടംപററി പീരീഡിന് ഒരു വർക്കറിനെ സംഭാവന ചെയ്യുന്ന, അല്ലെങ്കിൽ ലേബർ എന്നുള്ള ഒരു ഐഡിയയിലേക്ക് ഒരാളെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിൽ പ്രൊമൈസ്ഡ് ആണ് ഇപ്പോഴത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റംസ്. സോ ഇത് തമ്മിൽ ഒരു വലിയ വൈരുദ്ധ്യം ഉണ്ടെന്ന് പോളോ ഫ്രിയർ പറയുന്നുണ്ട്. വെദർ you should be giving them thinking tools which will enable them to contest, which will enable them to question. ആൾക്കാരെ ചോദ്യം ചോദിക്കാൻ ചിന്തിക്കാൻ കെൽപ്പുള്ളവരാക്കുന്ന കൈൻഡ് ഓഫ് എഡ്യൂക്കേഷൻ ആണോ നമ്മൾ കൊടുക്കുന്നത്? കാരണം ഇങ്ങനെയുള്ള എഡ്യൂക്കേഷൻ കൊടുത്താൽ എപ്പോഴും ഗവൺമെന്റിന് തലവേദനയായിരിക്കും, കാരണം കോൺസ്റ്റന്റ്ലി ആൾക്കാർ ക്രിട്ടിക്ക് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനത്തെ എഡ്യൂക്കേഷൻ ആണോ, അതോ ആ എക്കണോമിക് സിസ്റ്റത്തിന് ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു വർക്കറിനെ, ആ പൊളിറ്റിക്കൽ സിസ്റ്റത്തിന് ഏറ്റവും അനുരൂപനായ ഒരു വ്യക്തിയെ കോൺട്രിബ്യൂട്ട് ചെയ്യാനാണോ ഏത് കൺട്രിയിലാണെങ്കിലും വിദ്യാഭ്യാസം നിലകൊള്ളുന്നത്? ഇതാണ് പോളോ ഫ്രിയർ ചോദിക്കുന്നത്. പോളോ ഫ്രിയർ തന്നെ പറയുന്നുണ്ട് ഈ ലേറ്റർ ആണ് മിക്കവാറും കൺട്രികളിൽ നടക്കാറുള്ളത്. നമ്മൾ ഈ NEP-യിൽ എന്താണ് പ്രൊമൈസ്ഡ് ആയിട്ടുള്ള പുതിയ UGC സിലബസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഇതാണ്. ഇപ്പം നിലനിൽക്കുന്ന ഡോമിനന്റ് ഡിസ്കോഴ്സിനെ ഏറ്റവും സപ്പോർട്ട് ചെയ്യുന്നതെന്ന് മാത്രമല്ല ഹിസ്റ്ററിയിലെ പല കാര്യങ്ങളും ഡിസ്റ്റോർട്ട് ചെയ്യുന്ന. ഇപ്പൊ ആസ് എ ഹിസ്റ്റോറിയൻ ഞാനിത് പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഹിസ്റ്ററിയോട് ചെയ്യുന്ന വലിയ ക്രൈം ആയിരിക്കും. ഏതൊക്കെ രീതിയിൽ ഡിസ്റ്റോർഷൻ പർട്ടിക്കുലർലി ഏൻഷ്യൻ ഇന്ത്യയിൽ നടത്താൻ പറ്റുമോ ആ ഉള്ള രീതിയിൽ എല്ലാം ഡിസ്റ്റോർഷൻ ഉള്ളതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഇത് നോക്കുമ്പോൾ മനസ്സിലാകും. ഫാബ്രിക്കേഷൻ എന്നുള്ള ഒരു ലെവലിലേക്ക് വരെ UGC സിലബസിനെ കൊണ്ട് എത്തിച്ചതിന്റെ വലിയ ഗ്ലോറി നമുക്ക് ഈ റിഷൈമിന് കൊടുക്കാൻ പറ്റും. ഞാനൊന്ന് എൻ്റെ സ്ലൈഡ് ഷെയർ ചെയ്യാണ്. എനിക്കൊരു ടാബായിട്ട് ഇത് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. ഓക്കെ, എന്റെ സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? ഹലോ, കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇത് ഈ കരിക്കുലത്തിലെ കണ്ടന്റ്സ്, അതായത് 6.1 എന്നുള്ള ടേബിളിൽ ഉള്ള കണ്ടന്റ്സ് ആണ്. അപ്പൊ കോർ പേപ്പേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ നേരത്തെ അഞ്ജലി സൂചിപ്പിച്ചതുപോലെ പല യൂണിവേഴ്സിറ്റീസിലും ഉള്ള പേപ്പറാണ് ഐഡിയ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ഒരു വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. എന്താണ് ഐഡിയ ഓഫ് ഭാരത് എന്നാണ് പറയുന്നത്. ഈ ഭാരത് എന്നുള്ള ടേം തന്നെ ഹിസ്റ്റോറിയൻസ് സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ വളരെ കണ്ടസ്റ്റഡ് ആയിട്ടുള്ള ഒരു ടേം ആണ് ഇത്. ഏത് കാലഘട്ടത്തിലാണ് ഉരുത്തിരിഞ്ഞു വന്നതെന്നും ആരെയാണ് ഇത് കൊണോട്ട് ചെയ്യുന്നതെന്നൊക്കെ ഉള്ള വലിയ ചർച്ചകൾ നടക്കുകയാണ്. ഭാരത് വർഷ എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ വംശത്തെയാണെന്ന്, അതായത് കിങ് ഭരതയുടെ തായ് വഴിയിൽ വരുന്ന മക്കളെ, അല്ലെങ്കിൽ ആ ലിനിയേജിൽ വരുന്ന മക്കളെ മാത്രമാണ് ഭരതവംശം എന്ന് പറയുന്നത്. അവർ ഭരിച്ചുകൊണ്ടിരുന്ന ഒരു വളരെ ഇപ്പൊ പ്രസന്റ് ഡേ ഇന്ത്യയെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരു വളരെ ചെറിയ ടെറിറ്ററി, അതായത് അവര് തന്നെ പറയുന്നതാണ് കൃഷ്ണ മൃഗം
രഘുവംശത്തില് ഉള്ള ഒരു റെഫറൻസ് ആണ്. കൃഷ്ണമൃഗം കാണപ്പെട്ടിരുന്ന ആ ഒരു ടെറിട്ടറിയെ മാത്രമാണ് ഭരതവംശം എന്ന് വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഒരു ലീനിയേജിനെ, ഒരു റൂളിംഗ് ഡൈനാസ്റ്റിയുടെ പേരിൽ ഒരു കൺട്രിയെ വിളിക്കാൻ പറ്റുമോ എന്നുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അവിടെ കിടക്കുന്നുണ്ട്. പക്ഷെ അതിനേക്കാളും നമ്മൾ ആസ് എ ഹിസ്റ്റോറിയൻ ഇതിനെ നോക്കുമ്പോൾ അതിനേക്കാളും വലിയൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഈ ഒരു ഭാരത് എന്നുള്ള ഒരു വേർഡ് 6-ാം നൂറ്റാണ്ട് 7-ാം നൂറ്റാണ്ടിലാണ് നമ്മൾ ടെക്സ്റ്റുകളിൽ റെഫറൻസുകൾ കാണുന്നത്. അതിനു മുമ്പേ തന്നെ ചൈനീസ് സോഴ്സസിൽ ഷെൻഡു എന്നും CHENDU ഷെൻഡു എന്നും സെൻഡു TSENDU സെൻഡു എന്നുള്ള ടേംസ് നമുക്ക് കാണാൻ പറ്റും. അറബിക് സോഴ്സസിൽ ആണ് നമുക്ക് ആദ്യമായിട്ട് സിന്ധു എന്നും ഹിന്ദു എന്നുള്ള ടേം നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പം അതുപോലെ തന്നെ ഇതേ സമയത്താണ് ഇന്ത്യയുടെ, കാരണം ആ ഒരു സമയത്ത് ഒരു ഇന്ത്യ ഇല്ലെന്ന് നമ്മൾ ഓർക്കണം. അതായത് യൂണിഫൈഡ് ആയിട്ടുള്ള ഇപ്പോഴത്തെ ടെറിട്ടറി ഉള്ള അല്ലെങ്കിൽ ഇപ്പോഴത്തെ ടെറിട്ടോറിയൽ എക്സ്റ്റെന്റ് ഉള്ള ഇന്ത്യ പോസ്റ്റ് 1947 ഇന്ത്യയാണ്. ഈവൻ ദാറ്റ് വുഡ് ബി നോട്ട് ട്രൂ, ബിക്കോസ് 1947 നമുക്ക് സിക്കിമും ഗോവയൊന്നും നമ്മുടെ പാർട്ടായിട്ടില്ല. അപ്പം ഈ ഒരു സെയിം ടെറിട്ടറി അല്ലായിരുന്നു അന്ന് ഉള്ള ഭാരത വർഷത്തിന്. അങ്ങനെയാണെങ്കിൽ ഇവർ ക്ലെയിം ചെയ്യുന്ന ഭാരതിൽ സൗത്ത് ഇന്ത്യ ഉണ്ടോ? കാരണം സൗത്ത് ഇന്ത്യ അന്ന് അറിയപ്പെട്ടിരുന്നത് ദ്രാവിഡ ദേശം എന്നായിരുന്നു. പാർത്ഥശാസ്ത്രയിലൊക്കെ ദക്ഷിണ പദത്തിനോട് ചേർന്ന് കിടക്കുന്ന ദാവിദാനേഷം എന്ന് പറഞ്ഞാലാണ് സൗത്ത് എന്നുള്ള രീതിയിലുള്ള കൊണോട്ടേഷൻ ആണ് അവിടെ വരുന്നത്. ഓഫിർ എന്ന് ഗ്രീക്കോ റോമൻ സോഴ്സസ് വിളിക്കുന്ന മോസ്റ്റ് പോസിബിളി കേരള, കർണാടക ഈ ഐഡിയ ഓഫ് ഭാരതില് ഇൻക്ലൂഡഡ് ആണോ? ഇതെല്ലാം ഇത് ഹിസ്റ്റോറിയൻസ് ചോദ്യം ചെയ്യാൻ തുടങ്ങിയിട്ട് 1960s തൊട്ടുള്ള ക്വസ്റ്റ്യൻ ആണിത്. ബട്ട് വെരി ഒഡേഷ്യസ്ലി, വെരി ഷെയിംലെസ്ലി, ഇഫ് ഐ മൈറ്റ് സേ ദാറ്റ്, വളരെ ഡെഫിനിറ്റീവ് ആയിട്ട് ഐഡിയ ഓഫ് ഭാരത് എന്ന് തന്നെ ഒരു കോർ പേപ്പറിന്, ആൻഡ് ദ ഫസ്റ്റ് കോർ പേപ്പർ ദാറ്റ് സ്റ്റുഡൻസ് ആർ ഗോയിങ് ടു ബി എക്സ്പോസ്ഡ് ടു പേരിട്ടിരിക്കുകയാണ്. പിന്നീട് നിങ്ങൾ ഇത് താഴോട്ട് നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റുന്നത് യു ഹാവ് എ പേപ്പർ ഓൺ വേൾഡ് സിവിലൈസേഷൻ. അത് കഴിഞ്ഞിട്ട് ഇന്ത്യൻ ഹിസ്റ്ററി തുടങ്ങുകയാണ്. അപ്പൊ ഏർലിയസ്റ്റ് ടൈം ടു 550 CE. അപ്പൊ ഇത് നമുക്ക് യൂഷ്വലി ഇന്ത്യയുടെ ചരിത്രം നോക്കുമ്പോഴത്തേക്ക് ജെയിംസ് മില്ല് കൊണ്ടുവന്ന ഒരു ട്രൈപാർട്ടൈറ്റ് ഡിവിഷൻ ഉണ്ടായിരുന്നു. അതായത് ഇന്ത്യയുടെ ചരിത്രത്തിന് ഹിന്ദു പീരീഡ്, മുസ്ലിം പീരീഡ് ആൻഡ് ബ്രിട്ടീഷ് പീരീഡ് എന്നുള്ള ഒരു മൂന്നായിട്ട് പാർട്ടീഷൻ ചെയ്യുന്ന ഒരു ട്രൈപാർട്ടൈറ്റ് ഡിവിഷൻ ഉണ്ടായിരുന്നു. അത് നാഷണലിസ്റ്റ് ചരിത്രകാരന്മാരും പിന്നീട് വന്ന മാർക്സിസ്റ്റ് ചരിത്രകാരന്മാരും ചാലഞ്ച് ചെയ്യാണ്. കാരണം എങ്ങനെയാണ് ഒരു പീരീഡിനെ നമുക്ക് ഒരു മതത്തിന്റെ പേരിൽ നെയിം ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടാണ് ഈ ഒരു ഫ്രെയിംവർക്കിനെ, ട്രൈപാർട്ടൈറ്റ് ഡിവിഷൻ ഓഫ് ഹിസ്റ്ററിയെ ഡിസ്മാന്റിൽ ചെയ്യാൻ പറ്റില്ല. കാരണം ഈ ഹിന്ദു പീരീഡ് എന്നുള്ള സമയത്ത് ഹിന്ദുയിസം ഇവോൾവ് ഔട്ട് ചെയ്തിട്ടില്ല. ക്ലാസിക്കൽ ഹിന്ദുയിസം പോലും ആ ഒരു പീരീഡിന്റെ ഏറ്റവും അവസാനമാണ് ഇവോൾവ് ഔട്ട് ചെയ്യുന്നത്. വേദിസം ആ ഒരു സമയത്തുണ്ടായിരുന്നു. ബട്ട് അറ്റ് ദ സെയിം ടൈം സം ഓഫ് ദ മോസ്റ്റ് പോപ്പുലർ religions and some of the most populous religions were Buddhism and Jainism. ഇന്ത്യയിൽ ആദ്യമായിട്ട് വരുന്ന ഒരു സാമ്രാജ്യം എന്ന് പറയുന്നത് മൗര്യൻ സാമ്രാജ്യമാണ്. അപ്പം ആ ഒരു കാലഘട്ടത്തിനെ നമുക്ക് എങ്ങനെ ഒരു ഹിന്ദു ചരിത്രം അല്ലെങ്കിൽ ഹിന്ദു പീരീഡ് എന്നെങ്ങനെ വിളിക്കാൻ പറ്റും? ഇതുപോലെ തന്നെ നമ്മൾ മിഡീവൽ പീരീഡ് നമുക്ക് എങ്ങനെ ഒരു മുസ്ലിം പീരീഡ് എന്ന് വിളിക്കാൻ പറ്റും? ബാമനി പോലെ, വിജയനാഗര പോലെ, ചോള പോലെ ഉള്ള മൾട്ടിപ്പിൾ ഡൈവേഴ്സ് റിലീജിയൻസ് ഫോളോ ചെയ്തിരുന്ന ഡൈനാസ്റ്റീസ് സൗത്ത് ഇന്ത്യയിൽ ഭരിച്ചുകൊണ്ടിരുന്ന, നോർത്ത് ഈസ്റ്റിൽ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് വൺ പർട്ടിക്കുലർ, അല്ലെങ്കിൽ നമ്മളിപ്പോ ഹിന്ദി ഹാർട്ട്ലാൻഡ് എന്ന് വിളിക്കുന്ന സ്ഥലത്ത് മാത്രം ഉണ്ടായിരുന്ന റൂളേഴ്സിന്റെ റിലീജൻ വെച്ച് ഒരു ഹോൾ കാലഘട്ടത്തെ നമുക്ക് വിളിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ. ആൻഡ് ഇപ്പൊ നമ്മൾ
ആ ഒരു പർട്ടിക്കുലർ ഡൈനാസ്റ്റി, ഇപ്പം മുഗൾ ഡൈനാസ്റ്റി എടുത്ത് നോക്കിയാലും അതിനു മുമ്പേ വന്ന സൾട്ടനേറ്റിന്റെ ഖിൽജിയുടെയോ തുഗ്ലക്കിന്റെയോ സയ്യിദ്സിന്റെയോ ഒക്കെ എടുത്ത് നോക്കിയാൽ അവര് ഫോളോ ചെയ്തിരുന്ന ഇസ്ലാം വുഡ് ബി വെരി വെരി ഡിഫറെന്റ് ഫ്രം ദ ഇസ്ലാം ദാറ്റ് ഈസ് ഫോളോഡ് ടുഡേ. അതും അക്ബർ പോലുള്ള റൂളേഴ്സിനെ നോക്കുവാണെങ്കിൽ ഹി കെയിം അപ്പ് വിത്ത് എ ന്യൂ റിലീജൻ ഓൺ ഇറ്റ്സ് ഓൺ. അപ്പൊ ഇതിനെ എങ്ങനെ നമുക്ക് മുസ്ലിം പീരീഡ് എന്ന് വിളിക്കാൻ പറ്റും? പിന്നെ ഇതിന്റെ ഒരു സ്ട്രക്ചറൽ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 2 പീരീഡിനെയും റിലീജനെ ആസ്പദമാക്കി പേരിടുകയും മൂന്നാമത്തെ പീരീഡിനെ ബ്രിട്ടീഷ് പീരീഡ് എന്ന് വിളിക്കുകയും ചെയ്യുന്നു. അതൊരു നാഷണാലിറ്റിയെ സംബന്ധിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ജെയിംസ് മില്ലിന്റെ ഈ ഒരു ക്രിട്ടീക്കോടെ, ഈ ട്രൈപാർട്ടൈറ്റ് ഹിസ്റ്ററിയുടെ ക്രിട്ടീക്കോടെയാണ് ഇന്ത്യയിൽ പീരിയഡൈസേഷൻ എന്നുള്ള ഒരു തീം ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ഇമ്പോർട്ടന്റ് ആകുന്നതും എങ്ങനെ ഇന്ത്യൻ ഹിസ്റ്ററിയെ പീരിയഡൈസ് ചെയ്യണം എന്നുള്ള വലിയ ചർച്ചകൾ ഇന്ത്യൻ ഹിസ്റ്ററി കോൺഗ്രസ് പോലുള്ള ഹിസ്റ്റോറിയൻസ് കോൺക്ലേവുകളിൽ നടക്കുകയും ചെയ്യുന്നു. അപ്പൊ മൾട്ടിപ്പിൾ റൗണ്ട്സ് ഓഫ് ഡിസ്കഷൻ, വലിയൊരു ഡിബേറ്റ് ആണ് എങ്ങനെയാണ് ഇതിനെ ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പം ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു കൺവെൻഷൻ അത് കഴിഞ്ഞിട്ട് ഇതിനെ ഏൻഷ്യന്റ്, മിഡീവൽ ആൻഡ് മോഡേൺ എന്നുള്ള എഗെയിൻ ഒരു ട്രൈപാർട്ടൈറ്റ് ഡിവിഷൻ ഉണ്ടാക്കുകയാണ്. പക്ഷെ അതിലും പ്രശ്നങ്ങൾ ഉണ്ടെന്ന് ചൂണ്ടിക്കാണിക്കപ്പെട്ടു. അപ്പം ഏൻഷ്യന്റ് എന്നുള്ള ടേം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല, ഏർലി എന്നുള്ള ടേം ആയിരിക്കും ഇന്ത്യയുടെ കോണ്ടെക്സ്റ്റിൽ മോർ അപ്രോപ്രിയേറ്റ് എന്ന് റോമില താപ്പർ പോലുള്ള ചരിത്രകാരിമാര് പറഞ്ഞു. അങ്ങനെ ഈ ഏൻഷ്യന്റ് എന്നുള്ളത് ടെർമിനോളജി മാറ്റി ഏർലി എന്നാക്കി. ഏൻഷ്യന്റിന്റെ പീരീഡ് നിയോളത്തിക് സമയം തൊട്ട് ഹർഷവർദ്ധനൻ ഭരിച്ചിരുന്ന 7th സെഞ്ചുറി വരെ ചെറുതാക്കി. അതിനു മുമ്പേ സൾട്ടനേറ്റ് പീരീഡ് വരെയായിരുന്നു, 12th സെഞ്ചുറി വരെയായിരുന്നു. അപ്പം ഏർലി എന്നുള്ള ഒരു കുറച്ചും കൂടെ സ്ട്രീം ലൈൻഡ് ആയിട്ടുള്ള ഒരു പീരീഡിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ പിന്നെ പിന്നീട് ഒരു ക്വസ്റ്റ്യൻ വന്നു, അങ്ങനെയാണെങ്കിൽ ഈ 7th സെഞ്ചുറി തൊട്ട് 12th സെഞ്ചുറി വരെയുള്ള പീരീഡിനെ എന്ത് വിളിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിനോട് സംബന്ധിച്ചുള്ള ചർച്ചകൾ വരികയാണ്. സോ വാട്ട് ഐ എം ട്രൈങ് ടു ടെൽ യു ഇസ് a whole lot of debate for about 50 years have happened on periodization. എന്നിട്ട് ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ യാതൊരു ലോജിക്കും ഇല്ലാത്തൊരു പീരിയഡൈസേഷൻ നമുക്ക് കാണാൻ പറ്റും. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു രീതിയിൽ ഡിവൈഡ് ചെയ്തിരിക്കുന്നതെന്ന് ഞാൻ ഒരു കഴിഞ്ഞ ഒരാഴ്ച ചിന്തിച്ചിട്ടും എനിക്ക് മനസ്സിലായിട്ടില്ല. അതർ ദാൻ ദ ഫാക്ട് ദാറ്റ് ദേ ആർ ഗോയിങ് ബാക്ക് ടു ദ religious division which James Mill followed in the 1800s. കാരണം നമ്മൾ ഈ 3rd പേപ്പർ നോക്കുകയാണെങ്കിൽ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ ഏർലിയസ്റ്റ് ടൈം ടു 550 CE. ഈ 550 CEക്ക് എന്താണ് പ്രത്യേകത എന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഗുപ്ത എംപയറുടെ, അതായത് ആദ്യമായിട്ട് ഇന്ത്യയിൽ ഒരു ബ്രാഹ്മണികൽ എംപയർ ഉദിച്ചു വരുന്നത് ഗുപ്ത റൂളിംഗ് ഡൈനാസ്റ്റിയുടെ കീഴിലാണ്. അപ്പൊ ഏർലിയസ്റ്റ് ടൈം ടു 550 CE എന്നതിന്റെ ബാക്കിലുള്ള ഒരു ലോജിക്ക് ഗുപ്താസിന്റെ ഡിക്ലൈനോടെ ആണ് ആ ഒരു പീരീഡ് തീർന്നത് എന്നല്ലാതെ അതിന്റെ ഒരു എൻഡ് പോയിന്റ് എന്തുകൊണ്ടാണ് 550 CE വെച്ചിരിക്കുന്നതെന്ന് വേറൊരു എക്സ്പ്ലനേഷൻ അവിടെ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ 7th സെഞ്ചുറി ഹർഷവർദ്ധനന്റെ എംപയറിന്റെ എൻഡ് ടൈമിലാണ് പാരഡിഗ്മാറ്റിക് ആയിട്ടുള്ള ചേഞ്ചസ്, സോഷ്യോ എക്കണോമിക് പ്രോസസ്സുകൾ മാറുന്നു, സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷന് കാര്യമായിട്ടുള്ള ഡിഫറൻസ് വരുന്നു, വലിയൊരു മൈഗ്രേറ്ററി പാറ്റേൺസ് നമ്മൾ കാണുന്നുണ്ട്, എക്കണോമിക് ചേഞ്ചസ് സംഭവിക്കുന്നുണ്ട്. അതായത് സിൽവർ പോലുള്ള മെറ്റൽസിന്റെ സ്കാസിറ്റി ആർട്ടിഫിഷ്യൽ ഇൻഡ്യൂസ്ഡ് സ്കാസിറ്റി ആണെന്നും അല്ലെന്നിങ്ങനെ ലൂയി ഡെവൽ പോലുള്ള ഒരുപാട് ഹിസ്റ്റോറിയൻസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ വലിയ ചേഞ്ചസ് വരുന്ന ഈ ഒരു 7th സെഞ്ചുറിയുടെ ഒരു സമയത്താണ്. പക്ഷെ അതൊന്നും നോക്കാതെ, ആ ഒരു ഹിസ്റ്റോറിക്കൽ ചേഞ്ച് എപ്പോഴാണ് സംഭവിക്കുന്നതെന്ന് നോക്കാതെ അതിന്റെ ലിമിറ്റ് 550 CE വെച്ചത് ഈ ഒരു ഗുപ്ത എംപയറിന്റെ ഡിക്ലൈനോടെയാണ്. ഇതുപോലെ തന്നെ നമ്മൾ 5th പേപ്പർ നോക്കുകയാണെങ്കിൽ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ 550 CE to 1200 CE. അപ്പൊ 1200 CEയിലാണ് നമുക്ക് ബാബർ ഇന്ത്യയിലേക്ക് വരുന്നതും ഒരു സൾട്ടനേറ്റ് സ്ഥാപിക്കപ്പെടുന്നതും എല്ലാം ഉള്ള ഒരു സമയമാണിത്. പോട്ടെ, ആ ബാബർ ഇന്ത്യയിലേക്ക് വരുന്നത് ഹ്യൂജ് സോഷ്യോ എക്കണോമിക് ചേഞ്ചസ് കൊണ്ടുവന്നു, അങ്ങനെ വേണമെങ്കിൽ നമുക്ക് അതിനെ വാദിക്കാം. പക്ഷെ പിന്നീടുള്ളതാണ് എനിക്ക് ഒട്ടും മനസ്സിലാകാത്തത്. പേപ്പർ നമ്പർ 7 ഹിസ്റ്ററി ഓഫ് ഇന്ത്യ 1200 to 1707
ഇതൊരു എക്സ്ട്രീംലി ഹ്യൂജ് പീരീഡ് ആണ്. 12th സെഞ്ചുറിയിൽ സൾട്ടനേറ്റ് ഹിസ്റ്ററി തുടങ്ങി, പിന്നെ മുഗൾ ഹിസ്റ്ററി തീരുന്നത് വരെയുള്ള സമയം ഒരു പേപ്പറിലേക്ക് കൊണ്ടുവന്ന് ചുരുക്കിയിടുന്നതിന് അതിന്റെ ലോജിക്ക് മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നീട് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ, മോഡേൺ ഹിസ്റ്ററി എന്നായിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്. പേപ്പർ നമ്പർ 9 1707 തൊട്ട് 1857 വരെ. So what is happening here? We are returning to the old James Mill version of history. ഇതിനെ എന്താ പറയുന്നത്, ഈ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കൂ എന്ന് ഇവരുടെ ഒരു സ്ലോഗൻ ഇംപ്ലിമെന്റ് ചെയ്യുന്നതായിട്ട് നമുക്കിത് വായിക്കാൻ പറ്റത്തുള്ളൂ. കാരണം ഹിസ്റ്റോറിയൻസ് ഫോർ ദ ലാസ്റ്റ് 20 years യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടീഷൻ എന്ന് പറഞ്ഞ ഏർലി ഹിസ്റ്ററി, ഏർലി മിഡീവൽ ഹിസ്റ്ററി, ലേറ്റ് മിഡീവൽ ഹിസ്റ്ററി, അല്ലെങ്കിൽ ഏർലി മോഡേൺ ഹിസ്റ്ററി, കണ്ടംപററി ഹിസ്റ്ററി. ഇങ്ങനെ ഡിവൈഡ് ചെയ്യുന്നതിനും പ്രശ്നങ്ങളുണ്ട്. കാരണം ഏർലി മോഡേൺ പീരീഡ് എന്ന് പറയുന്ന 15ാം നൂറ്റാണ്ടിന്റെ അവസാനം 16ാം നൂറ്റാണ്ടിന്റെ ആദ്യത്തോടെ നോർത്ത് ഇന്ത്യയിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ആ ഒരു ടൈം ഫ്രെയിം ആയിരിക്കില്ല സൗത്ത് ഇന്ത്യയിൽ വരുമ്പോൾ. ഏർലി മിഡീവൽ എന്ന് നോർത്ത് ഇന്ത്യയിൽ ഉള്ള കാലഘട്ടത്തിന് ആ ഒരു സമയത്ത് സൗത്ത് ഇന്ത്യയിൽ ആ സമയത്ത് നമുക്ക് നോക്കിയ ഏർലി മിഡീവലോട്ട് ട്രാൻസിഷൻ സംഭവിച്ചിട്ടില്ല. അപ്പൊ ഇങ്ങനെയുള്ള ഡിബേറ്റുകൾ ഇപ്പോഴും നടക്കുകയാണ്. അങ്ങനെ ആ പീരിയഡൈസേഷൻ പറ്റുമോ, ഒരു വലിയ നാഷണൽ ലെവലിലുള്ള പീരിയഡൈസേഷൻ ശരിയാണോ, റീജിയണൽ ലെവലിലുള്ള പീരിയഡൈസേഷൻ ആണോ നമ്മൾ എംഫസിസ് കൊടുക്കണ്ടേ, ഇങ്ങനെ അനവധി ചോദ്യങ്ങൾ നടക്കുമ്പോൾ ആ ചോദ്യങ്ങളൊന്നും നമുക്ക് ഇമ്പോർട്ടന്റ് അല്ല. നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഹിസ്റ്ററി പറയാം. മറ്റേ ഇതൊക്കെ വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയുടെ ഒക്കെ ഇമ്പാക്റ്റ് ആണ് എല്ലാം ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്യുന്നത്. നമുക്ക് പക്ഷെ ഹിസ്റ്ററി ഇസ് എ വെരി കോംപ്ലെക്സ് ലേയേർഡ് ഫോർമേഷൻ. നമുക്ക് ഒരിക്കലും അതിനെ സിമ്പിൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത പ്രോസസ്സുകൾ നടക്കുന്ന ഒരു ടെറൈനാണ്. അതിന്റെ എല്ലാ കോംപ്ലക്സിറ്റിയോടുമേ നമുക്ക് അതിന്റെ സ്റ്റുഡൻസിനെ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. ഈ ബൈനറികളിലേക്ക് ചുരുക്കുന്നതും അല്ലെങ്കിൽ എന്താണ് ഇങ്ങനെ വളരെ കൃത്യമായിട്ട് ഡിമാർക്കേറ്റ് ചെയ്ത് കമ്പാർട്ട്മെന്റലൈസ് ചെയ്ത് ഹിസ്റ്ററി അവതരിപ്പിക്കുന്നത് തന്നെ വളരെ വളരെ ഡേഞ്ചറസ് ആണ്. സോ ഇതിൽ എനിക്ക് കാണാൻ പറ്റുന്നത് ഈ കൊളോണിയൽ ഹിസ്റ്റോറിയോഗ്രഫിയിലേക്കുള്ള ഒരു തിരിച്ച് നടത്തലാണ്. ഈ പേപ്പർ 1 ഐഡിയ ഓഫ് ഭാരത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് സിമിലർലി കാണാൻ പറ്റുന്ന കോൺസെപ്റ്റ് ആദ്യം തുടങ്ങുന്നത് തന്നെ കോൺസെപ്റ്റ് ഓഫ് ഭാരത് വർഷാണ്. ഇതിനെക്കുറിച്ച് ഏറ്റവും ആധികാരികമായിട്ട് സംസാരിച്ചിട്ടുള്ളത് ഹിസ്റ്റോറിയൻ DN Jha ആണ്. അദ്ദേഹത്തിന്റെ വർക്ക് തന്നെ ഭാരത് വർഷയെ കുറിച്ചാണ്. പക്ഷെ ഈ റീഡിംഗ് ലിസ്റ്റിലൊന്നും DN Jha നമുക്ക് കാണാൻ പറ്റില്ല. കാരണം DN Jha മിത്ത് ഓഫ് ദ ഹോളി കൗ എന്ന് പറഞ്ഞൊരു വർക്ക് എഴുതിയിട്ടുണ്ട്. അതിൽ വളരെ കൃത്യമായിട്ട് വേദിക് സമയത്ത് ബീഫ് ഈറ്റിംഗ് ഉണ്ടായിരുന്നു എന്ന് സ്ഥാപിക്കുന്നുണ്ട്. സോ യു വിൽ നോട്ട് ഫൈൻഡ് DN Jha ഹിയർ. You will not find the most prominent historians who have conceptualized the idea of Bharatvarsha. G. Aloysiusന്റെ വർക്കുണ്ട് ഇന്ത്യ നേഷൻ വിത്തൗട്ട് നാഷണലിസം എന്നുള്ളത്. അതില് പറയുന്ന ഒരു കാര്യമാണ് ഇന്ത്യയുടെ ഒരു ലോങ് ചരിത്രം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അറ്റ് നോ പോയിന്റ് ഹാവ് വി ഹാഡ് ദി ഐഡിയ ഓഫ് നാഷണലിസം അതർ ദാൻ ഡ്യൂറിംഗ് ദ ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ്. ഇത് പറയേണ്ട വലിയ ആവശ്യമുണ്ട്. കാരണം നമ്മുടെ നാഷണലിസം എന്ന് പറയുന്ന ഒരു ഇമാജിൻഡ് നാഷണലിസം ആണ്. അതൊരു ഭാഷയെ ഒരു പർട്ടിക്കുലർ ഭാഷയോ ഒരു പർട്ടിക്കുലർ റിലീജനെയോ ഒരു പർട്ടിക്കുലർ കൾച്ചറിനെയോ ബേസ് ചെയ്തിട്ടല്ല. സോ വെൻ യു ആൻഡ് ഐ കോൾ ഈച്ച് അതർ ഇന്ത്യൻസ്, നമ്മളെ തന്നെ ഇന്ത്യൻസ് എന്ന് വിളിക്കുമ്പോൾ അത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മളെ ബൈൻഡ് ടുഗെദർ ചെയ്തിരിക്കുന്നതാണ്. അല്ലെങ്കിൽ ദാറ്റ്സ് എ കോൺഷ്യസ് ചോയ്സ് ദാറ്റ് ഐ ആം എൻ ഇന്ത്യൻ. അതൊരു നമ്മുടെ ഒരു ലോങ് ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ്, ഒരു 100 വർഷത്തെ ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റിലൂടെ ഉണ്ടാക്കിയെടുത്ത ഒരു ഐഡിയ ആണ്. സോ ഓൾ ഓഫ് us should know that it is based on this imagined identity. അതുകൊണ്ട് തന്നെയാണ് ഇതിനു വേണ്ടി ഫൈറ്റ് ചെയ്യേണ്ട വലിയ ആവശ്യം. കാരണം ഇത് ആ ഇമാജിൻഡ് ഐഡന്റിറ്റി അല്ല എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ അവിടെ 2 പ്രശ്നങ്ങൾ വരാം. ഒന്ന്, ഒരു റിലീജനെയോ ഒരു കൾച്ചറിനെയോ ഒരു ഭാഷയെയോ ബേസ് ചെയ്തിട്ട് ഇന്ത്യ എന്നൊരു സങ്കല്പത്തിനെ പടുത്തുയർത്താൻ ഒരു ശ്രമം നടക്കാം. അതാണ് ഈ ഹിന്ദി ഹിന്ദുസ്ഥാനി എന്നുള്ളൊരു ഐഡിയയിൽ മുമ്പോട്ട് വെക്കുന്ന രാഷ്ട്രീയം.
അല്ലെങ്കിൽ മറ്റേ സൈഡിലുള്ള പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇമാജിൻഡ് കമ്മ്യൂണിറ്റി അല്ല നമ്മളെന്ന്. ഇപ്പം അത് ഞാൻ ബെനഡിക്ട് ആൻഡേഴ്സണിന്റെ ഇമാജിൻ കമ്മ്യൂണിറ്റി എന്നുള്ള തിയറിയിൽ നിന്ന് അതിനെ പാർത്ഥ ചാറ്റർജി റീവർക്ക് ചെയ്തതിൽ നിന്നാണ് ഈ ഒരു ഐഡിയ കടമെടുക്കുന്നത്. നമ്മളൊരു ഇമാജിൻ കമ്മ്യൂണിറ്റി അല്ല, നമ്മൾ പ്രിന്റ് മീഡിയയിലൂടെ ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ് പശ്ചാത്തലത്തിലൂടെ അല്ല നമ്മൾ ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് നാഷണൽ ഐഡന്റിറ്റി ഫോർമേഷൻ നമ്മളിൽ ഉണ്ടായെന്ന് പറയുകയാണെങ്കിൽ നമ്മളിലുള്ള ഫിസിപ്പേരിയസ് ടെൻഡൻസീസ് അല്ലെങ്കിൽ നമ്മളിലുള്ള ഇങ്ങനെ വിഘടിച്ചു പോകാനുള്ള ടെൻഡൻസീസ് അധികമായിട്ട് വരും. നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനിലുള്ള വിശ്വാസവും കോൺസ്റ്റിറ്റ്യൂഷനിലുള്ള സിഗ്നിഫിക്കൻസും ഇല്ലാതായിപ്പോകും. കാരണം നമ്മളെ ഒരുമിച്ച് നിർത്തുന്ന നമ്മുടെ ഗവർണൻസ് പാറ്റേൺസും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനും ഇന്ത്യ എന്നുള്ള ഐഡിയയിൽ അതൊരു ബഹുസ്വരമായ ഇടമാണെന്നുള്ള ഒരു ഐഡിയയിലുള്ള വിശ്വാസമാണ്. സോ ഈ ഒരു മൊണോലിത്തൈസേഷനെതിരെ വീണ്ടും വീണ്ടും ശബ്ദിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എല്ലാ സോഷ്യൽ സയന്റിസ്റ്റുകളും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഐഡിയ ഓഫ് ഭാരത് എന്ന് പറഞ്ഞ ഒരു പേപ്പർ, അതും BA ഹിസ്റ്ററി സ്റ്റുഡൻസിനെ പഠിപ്പിക്കാൻ തുടങ്ങുന്നത്. അതും ഇഫ് യു ജസ്റ്റ് ഗോ ത്രൂ ഇറ്റ് മനസ്സിലാവും. അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഭാരത് വർഷ, എറ്റേണിറ്റി ഓഫ് സിനോണിംസ്. ഇതിന്റെ അർത്ഥം എന്താണ്? ഒരു സയന്റിഫിക് ഡിസിപ്ലിൻ പഠിപ്പിക്കുന്ന സ്ഥലത്താണ് ഈ എറ്റേണിറ്റി എന്നുള്ള പദങ്ങൾ കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാകുന്നില്ല ഇത് സോഷ്യൽ സയൻസ് തന്നെയാണോ. ദ ഗ്ലോറി ഓഫ് ഇന്ത്യൻ ലിറ്ററേച്ചർ, വേദാംഗ, ഉപനിഷത്ത്, എപ്പിക്സ്, Jain and Buddhist literature, as if Charvaka system did not exist here, Ajivikas did not exist here, Sangam literature did not exist here. Indian concept of time and space, ഈ ഒരു ഭാരതവർഷത്തിൽ നിന്നുള്ള ഒരു കോൺസെപ്റ്റിലോട്ട് ഇന്ത്യൻ കോൺസെപ്റ്റ് ഓഫ് ടൈം ആൻഡ് സ്പേസ് പഠിപ്പിക്കുകയാണെങ്കിൽ എന്തായിരിക്കും പഠിപ്പിക്കാൻ പോകുന്നത്? കർമ്മ തിയറി പോലുള്ള വളരെ റിഗ്രസീവ് ആയിട്ടുള്ള ഐഡിയാസ് ആയിരിക്കും പഠിപ്പിക്കാൻ പോകുന്നത്. കാരണം ഇന്ത്യൻ ഐഡിയ ഓഫ് ടൈം എന്ന് പറയുന്ന സൈക്ലിക്കൽ ആയിട്ടുള്ള ഒരു ടൈമാണ്. ആ സൈക്ലിക്കൽ ആയിട്ടുള്ള ടൈമിൽ വീണ്ടും വീണ്ടും ജനിച്ചുകൊണ്ടിരിക്കുന്നവർ എന്തിനെ ബേസ് ചെയ്താണ് അവരുടെ ജന്മങ്ങൾ ഉണ്ടാകാൻ പോകുന്നത്? അവരുടെ ഈ ജന്മത്തിൽ ഉള്ള അവരുടെ കാസ്റ്റ് ഐഡന്റിറ്റി അനുസരിച്ചുള്ള ഡ്യൂട്ടി അവർ ചെയ്ത അടുത്ത ജന്മത്തിൽ അവർക്ക് എന്താണ് മനുഷ്യജന്മം അല്ലാത്ത വേറെ ഏതെങ്കിലും ഒരു ജന്മം കിട്ടും. അങ്ങനെ അക്യൂമുലേറ്റഡ് പുണ്യം എന്നുള്ള ഒരു ഐഡിയ പറയേണ്ടി വരും. നിങ്ങൾ ഇന്ത്യൻ ഐഡിയ ഓഫ് സ്പേസ് പറയണമെങ്കിൽ ജംബുദ്വീപ എന്നുള്ളൊരു കോൺസെപ്റ്റും ആ ജംബുദ്വീപയിൽ ആർക്കൊക്കെ ജീവിക്കാം, ആർക്കൊക്കെ ജീവിച്ചുകൂടെ, ആ ജംബുദ്വീപയിലെ സ്ത്രീകൾ എങ്ങനെയായിരുന്നു, സ്ത്രീകൾ എങ്ങനെയാണ് നടക്കുന്നത്, ഇതൊക്കെ പറയേണ്ടി വരും. ഇതൊക്കെ ക്രിട്ടിക്കലായിട്ട് പറഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ ഇത് ക്രിട്ടിക്കലായിട്ട് അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റില്ല ദോസ് ആർ ഇന്ത്യൻ ഐഡിയാസ് ഓഫ് ടൈം ആൻഡ് സ്പേസ്. You would have to call them Sanskritic ideas of time and space, or you would have to call them Brahmanic ideas of time and space. ഇതുപോലെ തന്നെ നമ്മൾ താഴോട്ട് നോക്കുകയാണെങ്കിൽ സൗത്ത് ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ഒരു ഗ്രോസ് അണ്ടർ റെപ്രസെന്റേഷൻ ആണ്. ചോളാസ്, പല്ലവാസ്, ചാലുക്യാസ്, കാക്കാത്യാസ് എല്ലാരെയും കൂടെ ഒരു യൂണിറ്റിലേക്ക് അങ്ങ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് 700 വർഷം, 760 ടു ബി പ്രിസൈസ്, 760 വർഷം ഭരിച്ചിരുന്ന എപ്പിഗ്രാഫിക്കൽ റെക്കോർഡുള്ള മാരിടൈം ട്രേഡ് ഇന്തോനേഷ്യ ആയിട്ടും സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസുമായിട്ട് വളരെ വൈബ്രന്റ് ആയിട്ട് ഉണ്ടായിരുന്ന ഒരു വലിയ ഡൈനാസ്റ്റിയെ എനിക്ക് കൊടുത്തിരിക്കുന്നത്, അത് ചോള ഡൈനാസ്റ്റിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അതിന് കൊടുത്തിരിക്കുന്ന സ്പേസ് എന്ന് പറഞ്ഞ ഒരു യൂണിറ്റിന്റെ സബ് യൂണിറ്റിലാണ്. നിങ്ങൾക്ക് വിജയനഗര എംപയറിനെ ഇതിനകത്ത് കാണാൻ കഴിയില്ല. ഇൻഡസ് വാലി സിവിലൈസേഷനെ ഇതിനകത്ത് വിളിക്കുന്നത് ഇൻഡസ് സരസ്വതി സിവിലൈസേഷൻ എന്നാണ്. പോപ്പുലർ ഡിസ്കോഴ്സിൽ മാത്രം നിൽക്കുന്ന ഒരു ടേം ആണ് ഈ സരസ്വതി സിവിലൈസേഷൻ, ബിക്കോസ് ദാറ്റ് റിവർ ഡസ് നോട്ട് എക്സിസ്റ്റ്. ഇന്നും എല്ലാ ചരിത്രത്തിൽ ഉണ്ടായിരുന്നു ഇമാജിനറി ആയിട്ടൊരു റിവർ. റോമില താപ്പർ ഹാസ് വെരി ക്ലിയർലി പോയിന്റഡ് ഔട്ട് അഫ്ഗാനിസ്ഥാനിലെ ഹെക്സാവതി റിവർ ആകാൻ ഇത് ചാൻസ് ഉള്ളൂ. ആ ഹെക്സാവതി റിവറിനെ കുറിച്ചുള്ള റെഫറൻസസ് വരുന്നത് ഋഗ്വേദയിലാണ്. അത് ഹാരപ്പയായിട്ട് എന്തെങ്കിലും ബന്ധമാണോ നമുക്ക് തെളിയിക്കാൻ പറ്റില്ല. സോ പാർട്ട് 1 ഇന്ത്യ ഹിസ്റ്ററി ഓഫ് ഇന്ത്യയില് നിങ്ങൾ ഹാരപ്പൻ സിവിലൈസേഷൻ, വിച്ച് ഇസ് ദി ഹാരപ്പൻ സിവിലൈസേഷൻ എന്നാണ് ആർക്കിയോളജിസ്റ്റുകൾ ഇതിനെ വിളിക്കുന്നത്. കാരണം നമ്മൾ ഒരു ആർക്കിയോളജിക്കൽ കൾച്ചർ കിട്ടുകയാണെങ്കിൽ ആ കൾച്ചറിന്റെ ആദ്യം
എക്സ്കവേഷൻ നടന്ന സൈറ്റിന്റെ പേര് വെച്ചിട്ടാണ് ബാക്കിയുള്ള സൈറ്റ് ആ കൾച്ചറിനെ വിളിക്കുന്നത്. പക്ഷെ ആ ഒരു കൺവെൻഷൻ എല്ലാം മാറ്റി വെച്ചിട്ട് പിന്നെ കോളിംഗ് ഇറ്റ് ഇൻഡസ് സരസ്വതി, വളരെ ക്ലിയർ ആയിട്ട് അറ്റംപ്റ്റ് അവിടെ അറ്റംപ്റ്റ് നടക്കുന്നത് ഇത് വേദിക് സിവിലൈസേഷനായിട്ട് ഇതിന് കണക്ഷൻസ് ഉണ്ടായിരുന്നു എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയാണ്. അത് ഇന്ന് വരെ എവിഡൻസ് ഇല്ലാത്തൊരു കാര്യമാണ്. ഇതുപോലെ എന്താ ആര്യൻ സിവിലൈസേഷൻ, വാട്ട് ഇൻ ദ വേൾഡ് ഈസ് ആര്യൻ സിവിലൈസേഷൻ? വേദിക് ചരിത്രം കുറച്ച് സൂപ്പർഫിഷ്യൽ ആയിട്ടെങ്കിലും പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ് ആര്യൻ എന്ന് പറഞ്ഞ ഒരു ടേം ഒരു ഒണോറിഫിക് ആണ്. നമ്മൾ ഇന്ന് സാർ എന്ന് വിളിക്കുന്നത് പോലെ അല്ലെങ്കിൽ എലീറ്റ് എന്ന് വിളിക്കുന്നത് പോലെ ഉള്ള ഒരു ടേം ആണ്. അതിനെ ഒരിക്കലും ഒരു സിവിലൈസേഷന്റെ സിവിലൈസേഷനെ നെയിം ചെയ്യാൻ, ടൈറ്റിൽ ചെയ്യാൻ, യൂസ് ചെയ്യാൻ പറ്റില്ല. ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വിത്തിൻ ദ ലാർജർ വേദിക് സിവിലൈസേഷൻ. അത് സിവിലൈസേഷൻ എന്ന് വിളിക്കുന്ന തന്നെ ശരിയാണോ എന്ന് അറിയില്ല. കാരണം ഗോർഡൻ ചൈൽഡിന്റെ 10 പാരാമീറ്റേഴ്സ് ഓഫ് സിവിലൈസേഷൻ അല്ലെങ്കിൽ കോളിൻ റൺഫ്രിയുടെ 5 പാരാമീറ്റേഴ്സ് ഓഫ് സിവിലൈസേഷൻ എടുത്തു നോക്കിയിട്ട് ഇന്റർനാഷണൽ പാരാമീറ്റേഴ്സ് ആണ്. എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കൾച്ചറിനെ വിളിക്കാൻ പറ്റുള്ളൂ. കാരണം ഗോർഡൻ ചൈൽഡിന്റെ ആണെങ്കിലും കോളിൻ റൺഫ്രിയുടെ ആണെങ്കിലും പാരാമീറ്റേഴ്സ് നോക്കുകയാണെങ്കിൽ ആദ്യത്തെ പാരാമീറ്റർ നഗരവൽക്കരണമാണ്. വേദാസിലെ നഗരവൽക്കരണം നമുക്ക് കാണാൻ പറ്റില്ല. സോ ഇത് എന്താ ഒരു ഡംപിങ് ഡൗൺ ആണ്. ഡംപിങ് ഡൗൺ ആൻഡ് എന്താ പറയുന്നത്, നമ്മുടെ യാതൊരു വിധത്തിലുള്ള മെത്തേഡ് ഫോളോ ചെയ്യാതെ ഇതുവരെയുള്ള ഹിസ്റ്റോറിക്കൽ ഡാറ്റയോ പ്രൈമറി സോഴ്സ് അനാലിസിസോ ആർക്കിയോളജിയിലും ആന്ത്രപ്പോളജിയിലും കഴിഞ്ഞ വർഷങ്ങളിൽ നടന്നിട്ടുള്ള പഠനങ്ങളോ ഒന്നും ഇൻക്ലൂഡ് ചെയ്യാത്ത ഒരു സിലബസിനെ നമുക്ക് കാണാൻ പറ്റും. ഇതിൽ ജെൻഡർ ഹിസ്റ്ററി ഇല്ല, സോഷ്യൽ ഇൻഇക്വാലിറ്റിയെ കുറിച്ച് ചാപ്റ്റേഴ്സ് ഇല്ല, വേൾഡ് സിവിലൈസേഷൻ പഠിപ്പിക്കുമ്പോൾ ആഫ്രിക്കൻ ഹിസ്റ്ററി ഇല്ല. സോ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഡിസപ്പോയിന്റിങ്. സോ ഇതൊന്നും തന്നെ ഇന്നസെന്റ് ആയിട്ടുള്ള ഒമിഷൻസ് ആണെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം BA ഓണേഴ്സ് ഹിസ്റ്ററി ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ പേപ്പർ നിങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ സിമിലർ ടൈറ്റിൽസ് ഉള്ള പേപ്പർ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ അതിന്റെ കണ്ടന്റ് നോക്കുകയാണെങ്കിൽ വളരെ ഡെപ്ത് ഉള്ള ഒരു കണ്ടന്റ് കാണാൻ പറ്റും. എസെൻഷ്യൽ റീഡിംഗ് ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള റീഡിംഗ് ലിസ്റ്റ്, ഏറ്റവും അപ്ഡേറ്റഡ് പോട്ടെ, ഒരു അറ്റ്ലീസ്റ്റ് ഒരു 5 years മുമ്പ് വരെയുള്ള ടെക്സ്റ്റുകൾ കാണാൻ പറ്റും. ഇപ്പം ഈ ഒരു പേപ്പറിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഈ ഒരു റീഡിംഗ് ലിസ്റ്റ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിലാകെ ഒരേ ഒരു വർക്കാണ് 2007 നിന്നുള്ള. ബാക്കി എല്ലാ വർക്കുകളും 1955, 1985, 1987, 1996 ഇങ്ങനെയുള്ള വർക്കുകളാണ്. പിന്നെ ഒരു എക്സെപ്ഷൻ ഇതിനകത്ത് വരുന്നത്, എക്സെപ്ഷൻ ഇതിനകത്ത് തന്നെയാണെന്ന് ഞാൻ കൺഫേം ചെയ്യട്ടെ, രാജ്ബാലി പാണ്ഡെയുടെ ഹിന്ദി വർക്ക് പ്രാചീൻ ഭാരത്. ആ ഒരു പ്രാചീൻ ഭാരതത്തിലാണ് പറയുന്നത് ഹാരപ്പയിൽ നിന്ന് ശിവലിംഗം കണ്ടെടുത്തിട്ടുണ്ടെന്നുള്ളത്. അതുകൊണ്ടാണ് ഈ രാജ്ബാലി പാണ്ഡെയുടെ ഈ ഒരു വർക്ക് ഇൻക്ലൂഡ് ആകുന്നതാണ് എനിക്ക് തോന്നുന്നത്. ബട്ട് ഈ DP അഗർവാളിന്റെ ഒക്കെ ആർക്കിയോളജി ഓഫ് ഇന്ത്യ ഒക്കെ ഞാൻ പോലും എന്റെ സിലബസിൽ പോലും പഠിച്ചിട്ടില്ലാത്ത ടെക്സ്റ്റാണ്. അത്ര ഔട്ട്ഡേറ്റഡ് ആയ ടെക്സ്റ്റാണ്. RC മസൂംദാറിന്റെ ഇതൊന്നും എന്താ പറയുന്ന ആ ഒരു കാലഘട്ടത്തിൽ എഴുതിയപ്പം ഇമ്പോർട്ടന്റ് ടെക്സ്റ്റുകളായിരുന്നു. പക്ഷെ ഇന്ന് ഇത് ഇമ്പോർട്ടന്റ് ടെക്സ്റ്റുകളാണോ എന്ന് ചോദിച്ചാൽ അതിന് വളരെ വലിയ സംശയിക്കേണ്ടി വരും. ആൻഡ് പെർട്ടിക്കുലർലി എന്നെയൊക്കെ സംബന്ധിച്ച് സൗത്ത് ഇന്ത്യൻ ഹിസ്റ്ററി കൈകാര്യം ചെയ്യുന്ന എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രശ്നമെന്ന് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ നീലകണ്ഠ ശാസ്ത്രിയെ ഇപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ, നീലകണ്ഠ ശാസ്ത്രി മേക്ക് ചെയ്ത ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ബ്രാഹ്മിൺ മൈഗ്രേഷനിലൂടെയാണ് സൗത്ത് ഇന്ത്യയിൽ കൾച്ചർ വന്നത്, അതിനു മുമ്പേ ഇവിടെ കൾച്ചർ ഇല്ലായിരുന്നു എന്ന് പറഞ്ഞൊരു ഹിസ്റ്റോറിയൻ ആണ്. വൺ ഓഫ് ദി ഓൾഡസ്റ്റ് ടെക്സ്റ്റ് വിച്ച് ഹാസ് ബീൻ ഡിസ്കാർഡഡ്. നൊബോറു കരാഷിമയും സുബരായലു പോലുള്ള സൗത്ത് ഇന്ത്യൻ സ്കോളേഴ്സ് വളരെ നിശിതമായിട്ട് വിമർശിച്ച ടെക്സ്റ്റ് ആണിത്. അത് ഇനി സിലബസുകളിൽ ഇൻക്ലൂഡ് ചെയ്യരുത് എന്നുള്ള രീതിയിൽ സംസാരിച്ച ടെക്സ്റ്റ് ആണ്. ആൻഡ് സ്റ്റിൽ ഇറ്റ് ഈസ് ഓൺലി നീലകണ്ഠ ശാസ്ത്രി വിച്ച് ഫൈൻസ് റെപ്രസെന്റേഷൻ ഹിയർ. സോ ഈ എന്താ പറയുന്ന ഒമിഷനിലൂടെ ഉള്ള അന്യവൽക്കരണവും അറ്റ് ദ സെയിം ടൈം ഡീമണൈസേഷനിലൂടെ ഉള്ള അന്യവൽക്കരണവും രണ്ടും
നമുക്കിവിടെ അതിന്റെ ഒരു പാറ്റേൺ തന്നെ നമുക്കിവിടെ കാണാൻ പറ്റും. ബട്ട് മോർ ഇമ്പോർട്ടൻ്റ്ലി സാഫ്രനൈസേഷൻ എന്നുള്ള അജണ്ട, അല്ലെങ്കിൽ ചരിത്രത്തെ കാവ്യവൽക്കരിക്കുന്നു എന്നുള്ള അജണ്ട എക്സ്ട്രീംലി ക്ലിയർ ആണ്. അത് ആര്യൻ സിവിലൈസേഷൻ എന്നുള്ള ടേമിലാണെങ്കിലും, ഇൻഡസ് സരസ്വതി എന്നുള്ള ടേമിലാണെങ്കിലും, എന്താണ് ബാബേഴ്സ് ഇൻവേഷൻ എന്നുള്ള ടേമിലാണെങ്കിലും. എനിക്ക് കുറച്ചും കൂടെ സമയം ഞാൻ ഒരു സ്ലൈഡും കൂടെ കാണിക്കാമെന്ന് വിചാരിക്കുന്നു. സോറി, ഐ ഹാവ് സോ മെനി സ്ലൈഡ്സ്. ഇതിനകത്ത് നോക്കണം, സയൻസ്, എൻവയോൺമെന്റ് ആൻഡ് മെഡിക്കൽ സയൻസ് എന്ന് പറയുന്ന പാർട്ട് 2 പേപ്പർ 3 ഒരു സെക്ഷനാണ്. ഇതിനകത്ത് ഫസ്റ്റ് ഓഫ് ഓൾ സയൻസ് ആൻഡ് ടെക്നോളജി ഇൻ ഏൻഷ്യന്റ് ഇന്ത്യ എന്ന് പറയാൻ പറ്റുമെന്ന് തന്നെ അറിയില്ല. സയൻസ് എന്നുള്ള ടേം അപ്രോപ്രിയേറ്റ് ആണോ അതോ ശാസ്ത്ര എന്ന് വിളിക്കുന്നതാണോ? കാരണം ആ ഒരു സമയത്ത് സയൻസ് എന്നുള്ള ഒരു ഐഡിയ പോലും ഇവോൾവ് ഔട്ട് ആയിട്ടില്ല. അതുപോലെ ഇതിലെ മൂന്നാമത്തെ നോക്കുന്നത് ഹെൽത്ത് കോൺഷ്യസ്നെസ് ഓഫ് ആയുർവേദ, യോഗ ആൻഡ് നാച്ചുറോപ്പത്തി. ഇതൊക്കെയാണ് BA ഹിസ്റ്ററി കുട്ടികളെ പഠിപ്പിക്കാൻ പോകുന്നതെന്ന് ആലോചിക്കുമ്പോൾ സ്യൂഡോ സയൻസിനെ ഇത്രയധികം പ്രൊമോട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് എന്നും കൂടെ ചോദിക്കേണ്ടി വരും. അപ്പൊ ഇപ്പൊ നിങ്ങൾ സ്യൂഡോ സയൻസിനെ തന്നെ പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ എന്തുകൊണ്ട് അതർ കൈൻഡ്സ് ഓഫ് മെഡിസിനെ നിങ്ങൾ ഇവിടെ പറയുന്നില്ല? ട്രൈബൽ മെഡിസിൻ എന്തുകൊണ്ട് നിങ്ങൾ റെപ്രസെന്റ് ചെയ്യുന്നില്ല? അല്ലെങ്കിൽ ബൈദിക് ട്രഡീഷൻസ് എന്ന് പറഞ്ഞ ഫോക്ലോർ സെന്റേർഡ് ആയിട്ടുള്ള ട്രഡീഷൻസിനെ എന്തുകൊണ്ട് പറയുന്നില്ല? ബുദ്ധിസ്റ്റ് മെഡിക്കൽ പ്രാക്ടീസസിനെ കുറിച്ച് എന്തുകൊണ്ട് പറയുന്നില്ല? ഇങ്ങനെ ചോദിക്കേണ്ടി വരും. ഓൺ ദ വൺ ഹാൻഡ് സ്യൂഡോ സയൻസ് പഠിപ്പിക്കുന്നതിൽ പ്രശ്നമാണ്. ആ സ്യൂഡോ സയൻസിൽ പോലും unanimity won't be represented. It is only Ayurveda and yoga and naturopathy which is being represented. Why is it so? ഇത് എത്ര ലേയേഴ്സ് ഓഫ് മാനിപ്പുലേഷൻ ആൻഡ് ഡിസ്റ്റോർഷൻ ആണ് നടക്കുന്നതെന്ന് ആലോചിക്കണം. ഇതുപോലെ തന്നെ പേപ്പർ 9 തോന്നുന്നു, ഹിന്ദു വേ ഓഫ് ലൈഫ്, മുസ്ലിം വേ ഓഫ് ലൈഫ് കാറ്റഗറൈസേഷൻ ആണ് സബ് യൂണിറ്റ്സിന്റെ. വാട്ട് ഈസ് ദാറ്റ് ഇവൻ സപ്പോസ് ടു മീൻ? അങ്ങനെ ഒരു ഹിന്ദു വേ ഓഫ് ലൈഫ് ഇന്ന് പോലും നമുക്ക് കണ്ടെത്താൻ പറ്റില്ല. പിന്നെയാണ് ഇത്രയും ഫ്ലൂയിഡിറ്റി ഉള്ള ഒരു പാസ്റ്റിന്. പിന്നെ വൺ ഓൾസോ ഇസ് പ്രോംപ്റ്റഡ് ടു ആസ്ക് അതർ കമ്മ്യൂണിറ്റീസ് നോട്ട് എക്സിസ്റ്റ് ഇൻ ഇന്ത്യ. വേറൊരു കമ്മ്യൂണിറ്റി ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ലേ? പാർസീസോ, ജ്യൂസോ, ക്രിസ്ത്യൻസോ, ബുദ്ധിസ്റ്റോ, ജൈനാസോ ഇവരൊന്നും എക്സിസ്റ്റ് ചെയ്തില്ല. എന്നിട്ട് ഷെയിംലെസ്ലി സബ് യൂണിറ്റ്സ് കൊടുത്തിരിക്കുന്നതാണ് ഹിന്ദു വേ ഓഫ് ലൈഫ് ആൻഡ് മുസ്ലിം വേ ഓഫ് ലൈഫ്. ഇത് പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആയിട്ടുള്ള ഡോക്യുമെന്റ് ആണ്. ഞാൻ പറയുന്ന എല്ലാം നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം വെദർ ഇറ്റ് ഇസ് ട്രൂ ഓർ നോട്ട്. ഇതിനെ പ്രോമിനന്റ് ആയിട്ടുള്ള ഹിസ്റ്റോറിയൻസ് റോംല താപ്പറും കുങ്കും റോയ് ഹെഡ് ചെയ്യുന്ന ഒരു ഡൽഹി യൂണിവേഴ്സിറ്റി, അലിഗഡ് യൂണിവേഴ്സിറ്റി, JNUവിലുള്ള പ്രൊഫസേഴ്സ് ഇതിന് എതിരെ മെമ്മോറാണ്ടം ഇറക്കിയിട്ടുണ്ട്. ഇന്ത്യൻ ഹിസ്റ്ററി കോൺഗ്രസ് ഇതിനെതിരെ ഒരു വൈറ്റ് പേപ്പർ ഇറക്കിയിട്ടുണ്ട്. നജഫ് ഹൈദർ പല പോപ്പുലർ ജേർണൽസിലും വളരെ കൃത്യമായിട്ട് എന്തുകൊണ്ട് മിഡീവൽ ഹിസ്റ്ററിയെ ഇത്ര ഭയക്കുന്നു എന്നുള്ളത് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ what do you see here? The general tendency is to have എന്താ പറയുന്ന a tourism centric saffronized version of history, a very simplistic idea of the past. ആ പാസ്റ്റിന്റെ എല്ലാ വൈബ്രൻസിയും എടുത്ത് കളഞ്ഞ്, ആ പ്ലൂറലിസത്തിന്റെ എല്ലാ ഭംഗിയും എടുത്ത് കളഞ്ഞ, ആ പ്ലൂറലിസത്തിനെ എക്സ്പ്ലോർ ചെയ്യുന്നതിലൂടെ നമുക്ക് മൾട്ടിപ്പിൾ പെർസ്പെക്റ്റീവ്സ് ഒരു പ്രോബ്ലത്തിനെ കുറിച്ച് ഡെവലപ്പ് ചെയ്യാമെന്നുള്ള പെഡഗോജിക്കൽ ഐഡിയയും തിങ്കിങ് ടൂളും എടുത്ത് കളഞ്ഞ് ഇങ്ങനെ ഒരു ഹിസ്റ്ററി പഠിപ്പിക്കുന്നതിൽ അർത്ഥം എന്താണെന്ന് എനിക്കറിയില്ല. So not only as a historian, I'm not only saddened, greatly saddened, but I'm also very angry. കാരണം ഈ ഒരു ഹിസ്റ്ററി പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ എങ്ങനെ പഠിപ്പിക്കുന്ന പോലും അറിയില്ല. കാരണം ആ ഇന്ത്യൻ ഹിസ്റ്ററി എങ്ങനെ ചുരുക്കി എന്താണ് ഈ സംഘ് വേർഷൻ ഓഫ് ഹിസ്റ്ററി അത് ആയിട്ടില്ല. ബട്ട് ഇനി ഒരു നെക്സ്റ്റ് സ്റ്റെപ്പിൽ കാരണം അൺഡിനയബിൾ ഫേസസ് ഉണ്ട്. ഇപ്പൊ മുഗൾ ചരിത്രവും നമുക്ക് എടുത്ത് മാറ്റാൻ പറ്റില്ല ചരിത്രത്തിൽ. അതുകൊണ്ട് അതിനെ പ്ലേസ് ചെയ്ത് അതിന്റെ സിഗ്നിഫിക്കൻസിനെ ട്രിവിയലൈസ് ചെയ്യുക.
അതാണ് ഇവിടെ നടന്നിരിക്കുന്നത്. സോ ഐ റാപ്പ് അപ്പ് ദെയർ ബിക്കോസ് ഐ തിങ്ക് ഞാൻ എൻ്റെ സമയം ഫാർ എക്സീഡ് ചെയ്ത് കഴിഞ്ഞെന്ന് തോന്നുന്നു. So thank you Anjali for inviting me. Thank you AIDSO for holding this session. ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ I'll take. ഓക്കെ മാം, വളരെ വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. കാരണം നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സിലബസ് മൊത്തത്തിൽ പ്രശ്നകരമായിട്ടുള്ള ഓരോ ഇതും പ്രശ്നകരമാണ്. അപ്പൊ എനിക്ക് തോന്നിയത് ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ആരാണ് ഈ സിലബസ് ക്രിയേറ്റ് ചെയ്തതെന്ന് കൂടി മെൻഷൻ ചെയ്തിട്ടില്ല. ഞാൻ കാണാത്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ മെൻഷൻ ചെയ്യാണ്ടാണ് ഒരു നമ്മളുടെ ചരിത്ര പുസ്തകം. ഇപ്പൊ നമുക്കറിയാം റൊമീല താപ്പർ, ഇർഫാൻ ഹബീബ് പോലുള്ള ചരിത്രകാരന്മാർ നമ്മളുടെ നാട്ടിൽ ഉണ്ടായിരിക്കുന്ന സമയത്താണ് ഇവരെ കൂടി അറിയിക്കാണ്ട് ഒരു ചരിത്ര സിലബസ് പുറത്തിറക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തില് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാകും. കാരണം മാമിനാണെങ്കിലും വളരെ ചുരുങ്ങി പറയേണ്ടി വന്നു, കാരണം വാസ്റ്റ് ഏരിയ ആണ്. അപ്പൊ ഇനി ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ഹാൻഡ് റേസ് ചെയ്യാം, എന്നിട്ട് ചോദിക്കാവുന്നതാണ്. ചോദ്യം ഒരു ഹാൻഡ് റൈസ് വന്നിട്ടുണ്ട്. മൈക്ക് ഓൺ ആക്കിയിട്ട് ചോദിക്കാവുന്നതാണ്. മാഡം, ഇതില് വിജയനഗർ എംപയർ ഉൾപ്പെടുത്തിയിട്ടില്ല എവിടെയും? വിജയനഗർ എംപയർ ആർട്ടിനെ കുറിച്ചുള്ള ഒരു സെക്ഷനിൽ മാത്രമാണ് ഞാനൊരു മെൻഷൻ ഇതിനകത്ത് കണ്ടത്. പിന്നെ ഉണ്ട് ഒരു പോസിബിലിറ്റി ഇതിനകത്തുള്ള, പക്ഷെ റീഡിംഗ് ലിസ്റ്റിലൊന്നും ഇല്ല. റീഡിംഗ് ലിസ്റ്റ് വിജയനഗർ എംപയറിനെ കുറിച്ചുള്ള ബുക്സ് ഒന്നും മെൻഷൻ അല്ല സ്പെസിഫിക്കലി. അതുകൊണ്ട് അവിടെ ഒന്നും ഇല്ലല്ലേ? വിജയനഗര എംപയറിനെ കുറിച്ച് അനില വർഗീസ് ഉൾപ്പെടെ ഇപ്പൊ ആർക്കിയോളജിക്കൽ പഠനങ്ങൾ വരെ നടക്കുന്ന സമയമാണ്. സോ സൗത്ത് ഇന്ത്യൻ റൂളിംഗ് ഡൈനാസ്റ്റീസ് റൂളിംഗ് ഡൈനാസ്റ്റീസ് ഫ്രം ദ ഡെക്കൻ എന്ന് പറഞ്ഞൊരു പരാമർശമുണ്ട്. മേ ബി അതിനകത്ത് വരുമോ എന്നറിയില്ല. ബട്ട് അത് എത്ര വലിയ ഒമിഷൻ ആണെന്നൊന്ന് ആലോചിക്കണം. ബഹ്മനി എംപയറിനെ കുറിച്ചും ഇല്ല. ചോളാസിന് തന്നെ ഇത്രയും ഒരു ചെറിയ പോർഷനാണ് കൊടുത്തിരിക്കുന്നത്. സോ ഇതില് ഒരുപാട് ഇതിൽ ഒരു പോസിറ്റീവ് മാത്രം നോർത്ത് ഈസ്റ്റ് ഹിസ്റ്ററിക്ക് ആദ്യമായിട്ട് നോർത്ത് ഈസ്റ്റ് ഹിസ്റ്ററിക്ക് കാമറൂപ്പ് എംപയറിന് ഒരു റെപ്രസെന്റേഷൻ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇതിനു മുമ്പേ അതിന് വളരെ ചുരുക്കം സ്പേസ് യൂഷ്വലി അലോട്ട് ചെയ്യാറ്. ബട്ട് ഇതിലൊരു സബ് യൂണിറ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ആഫ്രിക്കൻ ചരിത്രം ഇതുപോലെ ഇതിനകത്ത് പറയുന്നില്ല, ട്രൈബൽ ചരിത്രം പറയുന്നില്ല. എനിക്ക് ഇതൊക്കെ എങ്ങനെ പഠിപ്പിക്കാൻ ഇപ്പം പറ്റുമെന്ന് എനിക്ക് അറിയില്ല. കാരണം ഇന്ത്യയുടെ ഹിസ്റ്ററി പറയുമ്പം ഏറ്റവും നമുക്ക് മനോഹരമായിട്ട് പഠിപ്പിക്കാൻ പറ്റുന്നത്, ഇപ്പൊ ഒരു അസൈൻമെന്റ് കൊടുക്കാൻ പറ്റുന്നത്, ഒരു സർവേ കൊടുക്കാൻ പറ്റുന്നതൊക്കെ ഈ ആന്ത്രപ്പോളജിയുടെ മെത്തേഡ്സ് പഠിപ്പിക്കാൻ പറ്റുന്നതൊക്കെ ഈ ട്രൈബൽ ചരിത്രത്തിന്റെ ചാപ്റ്റേഴ്സ് വരുമ്പോഴാണ്. അപ്പം ഇതിനെക്കുറിച്ച് പറയാതിരിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യം അതാണ്. നമുക്ക് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എൻ ഒമിഷൻ ഓഫ് ദാറ്റ് particular community or that particular period from Indian history. You are also constraining a history teacher. നമുക്ക് കൊടുക്കാൻ പറ്റുന്ന എക്സർസൈസുകൾ, നമുക്ക് ഒരു കുട്ടിയിൽ ചിന്തയെ ഉണർത്താൻ പറ്റുന്ന ടീച്ചിങ് മൊമെന്റ്സ് ഇല്ലാതാക്കി കളയുക. And then what about Nehruvian ideology? നെഹ്റുവിൻ ഐഡിയോളജി ഉണ്ട്. നെഹ്റുവിൻ ഐഡിയോളജിയെ കുറിച്ച് ഒരു യൂണിറ്റ് ഉണ്ട്. നെഹ്റുവിൻ ഐഡിയോളജിയെ കുറിച്ചുണ്ട്. ഗാന്ധി ഇൻ ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റിനെ കുറിച്ചുണ്ട്. ചില കാര്യങ്ങളൊന്നും എടുത്തു മാറ്റാൻ പറ്റാത്തത് കൊണ്ട് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നതാണ്. പക്ഷേ ഫോർ ഇൻസ്റ്റൻസ് യു വുഡൻ സി ആദിത്യ മുഖർജീസ് ഇന്ത്യ സിൻസ് ഇൻഡിപെൻഡൻസ് ടെക്സ്റ്റിന്റെ ഏർലിയർ വേർഷൻ ആണ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. അതിന്റെ കൂടുതൽ ക്രിട്ടിക്കൽ ആയിട്ടുള്ള വേർഷൻ റെക്കമെൻഡ് ചെയ്തിട്ടില്ല. സുമിത് സർക്കാരിനെ റെക്കമെൻഡ് ചെയ്തിട്ടില്ല. താനിക്ക സർക്കാരിന്റെ എന്താണ് ഹിന്ദു വൈഫ് ഹിന്ദു നേഷൻ റെക്കമെൻഡഡ് അല്ല. സോ ഹൗ ഡു യു സ്പീക്ക് അബൌട്ട് ദിസ് പീരിയഡ് വിത്തൗട്ട് ദീസ് ബുക്സ്? സുഗത ബോസിന്റെ വർക്കില്ല.
ഒരു ഹാൻഡ് റൈസും കൂടെ വന്നിട്ടുണ്ട്. നിഖിൽ സജി. മാഡം, ഇന്ത്യൻ നോളജ് സിസ്റ്റം എന്ന് പറഞ്ഞ് ഇപ്പം ഇവർ പ്രൊമോട്ട് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് അവര് വേദിക് കാലഘട്ടമായിട്ട് അവർ ചരിത്രകാരന്മാർ പോസ്റ്റ് വേദിക് എന്ന സമയത്ത് ഇവര് അതിലെ കോൺട്രിബ്യൂഷൻ ആയിട്ട് ഇവർ പറയുന്നത് വേദിക് കാലഘട്ടത്തിന് മുമ്പ് ഹാരപ്പൻ സിവിലൈസേഷന്റെ കോൺട്രിബ്യൂഷൻസ് ആണ് യഥാർത്ഥത്തിൽ ഇവർ പറയുന്നത്. കാരണം ഇല്ലാത്ത ഒരു കാര്യമാണ് ഇവര് ഇന്ത്യൻ നോളജ് സിസ്റ്റം എന്ന രീതിയിൽ, അത് വെച്ചാൽ ഉണ്ടായിരുന്നു, പക്ഷെ ഇവർ ഈ പറയുന്ന സമയത്ത് ഇതൊന്നും ഇല്ലായിരുന്നു. അതിന് മുമ്പ് നിലനിന്നിരുന്ന കാര്യങ്ങളാണ്. ബുദ്ധിസ്റ്റ് കാര്യങ്ങൾ കോൺട്രിബ്യൂഷൻ സ്മരിച്ചുകൊണ്ട് നല്ല ഒരു ബ്രാഹ്മണിക് ട്രഡീഷനിലേക്ക് കൊണ്ടുവരുന്ന രീതിയാണ് ഇവർ ഇന്ത്യൻ നോളജ് സിസ്റ്റത്തെ കൊണ്ടുവരുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് ഒന്ന് പറയാമോ? യഥാർത്ഥത്തിലുള്ള ഇന്ത്യൻ നോളജ് സിസ്റ്റം എന്താണ്, ഇവർ ഉദ്ദേശിക്കുന്ന ഇന്ത്യൻ നോളജ് സിസ്റ്റം എന്താണ്? നമ്മളിപ്പോ നിഖിൽ ചോദിച്ച ക്വസ്റ്റ്യനിൽ ഇന്ത്യൻ നോളജ് സിസ്റ്റംസ് ഉണ്ടായിരുന്നു. അതായത് ഈ നോളജ് സിസ്റ്റംസ് തന്നെ അതിനകത്ത് സെൽഫ് റെഫറൻഷ്യൽ ആയിട്ട് ഇന്ത്യ എന്നോ ഇന്ത്യൻ നേഷൻ എന്നോ കരുതിയിരുന്നു. കാരണം ഇന്ത്യൻ നേഷൻ നാഷണലിസം എന്നുള്ള ഒരു കോൺസെപ്റ്റോ ഇവോൾവ് ഔട്ട് ചെയ്യാത്ത സമയമാണ്. അതുപോലെ ഇതിനകത്ത് എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നിയത് റിപ്പബ്ലിക് എന്നൊക്കെയുള്ള ടേം ഏൻഷ്യന്റ് പീരീഡില് ഏർലി പീരീഡില് യൂസ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇതൊക്കെ എത്രയോ വർഷം മുമ്പേ ഡിസ്കാർഡഡ് ആണ്. കാരണം റിപ്പബ്ലിക് എന്നുള്ള ഒരു ഐഡിയ പോസ്റ്റ് 16th സെഞ്ചുറിയിൽ യൂറോപ്പിൽ ഇവോൾവ് ഔട്ട് ചെയ്ത ഒരു ഐഡിയ ആണ്. അത് പിന്നീടാണ് ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിലേക്ക് വന്നത് തന്നെ. ഇത് പണ്ടുള്ള നമ്മുടെ ജനപദങ്ങൾ റിപ്പബ്ലിക് ആയിരുന്നു എന്ന് VD മഹാജന്റെ ഒക്കെ സമയത്ത്, അന്നൊക്കെ ഹിസ്റ്റോറിക്കൽ റിസർച്ച് തന്നെ വളരെ കുറവായിരുന്നു. ഇപ്പോൾ അത്രയും സോഴ്സസിന്റെ അവൈലബിലിറ്റി വലിയ പ്രശ്നമായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന ട്രാൻസ്ലേറ്റഡ് ആയിട്ടുള്ള സോഴ്സസ് ഇല്ലായിരുന്നു. അങ്ങനെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന സമയത്താണ് VD മഹാജനെ പോലുള്ളവര് ബുക്സ് എഴുതുന്നത്. ആ ഒരു സമയത്ത് യൂസ് ചെയ്തിരുന്ന ടേം ആണ് റിപ്പബ്ലിക് എന്നുള്ളത്. ഇന്ന് ജനപദ എന്ന് തന്നെയാണ് അതിന് യൂസ് ചെയ്യുന്നത്. അപ്പം ആ റിപ്പബ്ലിക് എന്നൊക്കെ ഉള്ള ടേം അവിടെ യൂസ് ചെയ്യുന്നു. അതുകൊണ്ട് ഈ ഇന്ത്യൻ നോളജ് സിസ്റ്റം എന്ന് വിളിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇന്ത്യൻ എന്നുള്ളത് അറ്റ്ലീസ്റ്റ് നമ്മൾ ഇൻവെർട്ടഡ് കോഡ്സിൽ ഇടണ്ടേ? ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ ഏർലി കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന നോളജ് സിസ്റ്റം എന്നുള്ള രീതിയിൽ ആ ഇന്ത്യൻ എന്നുള്ള വേർഡിനെ പ്രോബ്ലമറ്റൈസ് ചെയ്തുകൊണ്ട് തന്നെ വേണമെങ്കിൽ അതിനെ വിളിക്കാം, under rare circumstance. പക്ഷെ what would constitute of Indian knowledge system, as you very correctly pointed out? ഇതിനകത്ത് നമുക്ക് ആദ്യം തന്നെ ഏറ്റവും ഒരു ഫിലോസഫിക്കൽ ട്രഡീഷനോടെ ഇവോൾവ് ഔട്ട് ചെയ്യുന്നത് ബുദ്ധിസമാണ്. ബുദ്ധിസത്തിലാണ് നമുക്കിപ്പം കോസ്മോളജിയെ കുറിച്ച് ആണെങ്കിലും ലൈഫിനെ കുറിച്ചാണെങ്കിലും ഓണ്ടോളജിക്കൽ ക്വസ്റ്റ്യൻസ്, എക്സിസ്റ്റൻസ് എന്താണ്, സെൽഫ് എന്താണ്, ബീയിങ് എന്താണ്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത് ബുദ്ധിസ്റ്റ് പാരമ്പര്യത്തിലാണ്. ഇതിന്റെ ഒരു റെസ്പോൺസ് ആയിട്ടാണ് ഉപനിഷത്ത് പാരമ്പര്യം പോലും വരുന്നതെന്നാണ് DN ഝായെ പോലുള്ള ചരിത്രകാരന്മാര് പറയുന്നത്. ഇതിന്റെ റെസ്പോൺസ് ആയിട്ടാണ് ഭഗവത്ഗീത വരുന്നതെന്നാണ് റോബർട്ട് ഗോൾഡ്മാൻ, സാലി സദർലാൻഡ് പോലുള്ള യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയയിലുള്ള സ്കോളേഴ്സ് പറയുന്നത്. സോ ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം ദെയർ. അംബേദ്കർ പറഞ്ഞ പോലെ കൗണ്ടർ റെവല്യൂഷൻ ആയിട്ട് വരുന്ന കാര്യമാണ് ബുദ്ധിസ്റ്റ് ഐഡിയാസ്. പക്ഷെ ബുദ്ധിസ്റ്റ് ഐഡിയാസിന്റെ ഒരു വളരെ ഗ്രോസ് അണ്ടർ റെപ്രസെന്റേഷൻ നമുക്ക് കാണാൻ പറ്റും. ഇതുപോലെ മെഡിക്കൽ പാരമ്പര്യം എവിടെയാണ് തുടങ്ങുന്നത്? ബുദ്ധ ആസ് എ ഹീലർ എന്നുള്ള ഐഡിയയിൽ നിന്നാണ് ബുദ്ധിസ്റ്റും ജൈന മെഡിസിനാണ് പിന്നീട് അപ്രോപ്രിയേറ്റ് ചെയ്യപ്പെട്ട് ഇപ്പോൾ ആയുർവേദ എന്നുള്ള ഒരു സിസ്റ്റമായി തീർന്നത്. അല്ലെങ്കിൽ അതിന്റെ ഒരു ഹ്യൂജ് ചങ്ക്, അതിന്റെ ഏർലി പാർട്ട് സരീലി പോലുള്ള സ്കോളേഴ്സിന്റെ, സിമർമാൻ പോലുള്ള സ്കോളേഴ്സിന്റെ ജംഗിൾ ആൻഡ് ദി അരോമ ഓഫ് മീറ്റ്സ് എന്ന് പറഞ്ഞ വർക്ക് പോലുള്ള വെൻ ദി ബോഡി ബിക്കംസ് ഓൾ ഐസ് അല്ലെങ്കിൽ ദി അസെറ്റിക് റൂട്ട്സ് ഓഫ് ആയുർവേദ പോലുള്ള വർക്കുകളിൽ വളരെ ക്ലിയർ ആയിട്ട് ഇത് പ്രതിപാദിച്ച് സ്ഥാപിക്കുന്നുണ്ട്. പക്ഷെ ഇതിനെക്കുറിച്ച് ഉള്ളൊരു സംസാരം കാണില്ല. കാരണം വെൻ ആയുർവേദ ഇസ് ബീങ് പ്രസന്റഡ് ആസ് എ വെരി ബ്രാഹ്മണൈസ്ഡ് സ്കൂൾ ഓഫ് ഹീലിംഗ്, യു കാണ്ട് ഇവൻ കോൾ ഇറ്റ് മെഡിസിൻ. കാരണം ഇത് മുഴുവൻ പ്രിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ലിറ്ററേച്ചറാണ്. ഇതുപോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ ടെക്നോളജി എന്ന് പറയുന്നത്, ഇപ്പൊ ഹാരപ്പയിൽ എന്ത് ടെക്നോളജി ഉണ്ടായിരുന്നെന്ന് ചോദിച്ചാൽ ബ്രിക്ക് മേക്കിംഗ് ടെക്നോളജി ഉണ്ടായിരുന്നു, പോട്ട് മേക്കിംഗ് ടെക്നോളജി ഉണ്ടായിരുന്നു, ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ. പക്ഷെ അതിനെക്കുറിച്ച് നമുക്ക് ടെക്സ്റ്റുകളുണ്ടോ? ടെക്സ്റ്റുകളില്ല. സോ ആർക്കിയോളജി വെച്ചിട്ടേ നമുക്ക് റീകൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ആർക്കിയോളജിയുടെ ഏറ്റവും പ്രശ്നം വരുന്നത് എന്താന്ന് പറഞ്ഞാൽ, വാട്ട് കൈൻഡ് ഓഫ് ആർക്കിയോളജി ആർ യു ഡൂയിങ്? ആർ യു ഡൂയിങ് എ ടെക്സ്റ്റ് ബേസ്ഡ് ആർക്കിയോളജി,
or are you doing a processual archaeology, a process based archaeology? ടെക്സ്റ്റ് ബേസ്ഡ് ആർക്കിയോളജി ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആദ്യം രാമായണം വായിച്ചിട്ട് രാമായണത്തിലുള്ള സാധനങ്ങൾ കണ്ടുപിടിക്കാൻ നോക്കും. അപ്പം എന്താണ്, നമുക്ക് നേരത്തെ ഒരു ഹൈപ്പോത്തസിസ് നമ്മുടെ മനസ്സിലുണ്ട്, ഓക്കെ ഇതൊക്കെ കാണും. അപ്പൊ ബി ലാൽ പോലുള്ള ആൾക്കാർ ചെയ്തിട്ടുള്ള ആർക്കിയോളജി അങ്ങനത്തെ ഒരു ആർക്കിയോളജിയാണ്. അപ്പൊ ഇവര് പ്രൊമോട്ട് ചെയ്യുന്ന ആർക്കിയോളജി അതാണ് വേദങ്ങളിൽ എന്തൊക്കെയുണ്ട് എന്ന് ഹാരപ്പയിൽ പോയി തപ്പിയെടുക്കാനുള്ള ശ്രമമാണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു മനോജ് ബാജ്പേയി കമന്റേറ്റ് ചെയ്യുന്ന ഒരു സിനോലിയെ കുറിച്ച് ഒരു ഡോക്യുമെന്ററി ഇടയ്ക്കുണ്ട്. അത് ഫിക്ഷണലാണ്, അത്രയും എവിഡൻസ് ഒന്നും കിട്ടിയിട്ടില്ല, അത് ഫിക്ഷണൽ ആണെന്ന് എഴുതി കാണിക്കുന്നുണ്ട്. ബട്ട് മോസ്റ്റ് പീപ്പിൾ വിൽ ബിലീവ് ദിസ് ടു ബി ട്രൂ. സോ ആ ഒരു സമയത്ത് എന്തുണ്ടായിരുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ, യു ഹാഡ് ഡിഫറെന്റ് സ്ട്രാൻഡ്സ് ഓഫ് ഫിലോസഫി, യു ഹാഡ് വെരി റൂഡിമെന്ററി കൈൻഡ് ഓഫ് അഗ്രേറിയൻ ടെക്നോളജി, യു ഹാഡ് certain ideas about botany, കാരണം കൃഷി പരാശര പോലുള്ള വർക്കുകളുണ്ട്. യു ഹാവ് certain ideas of geometry, കാരണം സൂര്യ സിദ്ധാന്തം പോലുള്ള വർക്കുകൾ ഇവോൾവ് ഔട്ട് ചെയ്യുന്നുണ്ട്. യു ഹാഡ് certain ideas about astronomy. പക്ഷെ ഇതെല്ലാം സംസ്കൃതത്തിൽ എഴുതപ്പെട്ടതാണെങ്കിലും ഇത് ബ്രാഹ്മണൈസ്ഡ് ആയിട്ടുണ്ടായിരുന്നില്ല ആ ഒരു പീരീഡിൽ. So there's a long process of agamization. Early medieval കാലഘട്ടത്തിൽ നിന്ന് medieval കാലഘട്ടത്തിലേക്കുള്ള ട്രാൻസിഷന്റെ സമയത്താണ് ടെമ്പിൾ സെൻട്രിക് വേർഷിപ്പ് സിസ്റ്റംസ് ഉണ്ടാകുന്നത് തന്നെ. അതിനു മുമ്പേ സാക്രിഫൈസ് സെന്റേർഡ് വേർഷിപ്പ് സിസ്റ്റം ആണ്. അപ്പം ഈ വേദസത്തിൽ നിന്ന് പുരാണിക് ഹിന്ദുയിസത്തിലേക്കുള്ള ട്രാൻസിഷനിൽ ഒരുപാട് അപ്രോപ്രിയേഷനുകൾ നടക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ അപ്രോപ്രിയേഷനുകളുടെ ഒരു പാരമ്പര്യം പറഞ്ഞാൽ മാത്രമേ നമുക്ക് ഇന്ത്യയിൽ നിലനിന്നിട്ടുള്ള ഒരു നോളജ് സ്ട്രക്ചറിന്റെ, അതായത് അതിനെ എപ്പിസ്റ്റമോളജിക്കലി തന്നെ ഡീൽ ചെയ്താൽ മാത്രമേ നോളജ് സ്ട്രക്ചറിനെ കുറിച്ച് പറയാൻ പറ്റുള്ളൂ. പക്ഷെ ഇവിടെ നോളജ് സിസ്റ്റം എന്ന് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണ്, അർത്ഥശാസ്ത്രയുടെ ട്രഡീഷനും ഉപനിഷത്തുകളുടെ ട്രഡീഷനും എപ്പിക് പാരമ്പര്യങ്ങളിലുള്ള ട്രഡീഷനാണ്. അതിന് എപ്പിക് വളരെ ക്ലിയർ ആണ്. തമിഴ് എപ്പിക് ആയിട്ടുള്ള ശിലപ്പതികാരമോ മണിമേഖലയോ ഒന്നും എപ്പിക് ആയിട്ട് കണക്കാക്കപ്പെടുന്നില്ല. രാമായണവും മഹാഭാരതവും തന്നെയാണ് എപ്പിക്. അപ്പം ഇത് എന്താണ്, ഒരു സർട്ടൺ കൈൻഡ് ഓഫ് ട്രിമ്മിങ് ആണ്. ഇങ്ങനെ ചില ചെടികളെയൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ വെട്ടി നിർത്തില്ലേ ചില ഗാർഡൻസിന്റെ ഒക്കെ മുന്നിൽ. അപ്പൊ ആക്ച്വലി ആ ചെടി അങ്ങനെയല്ലല്ലോ വളരണ്ടേ, നമുക്കിഷ്ടമുള്ള ഷേപ്പിലേക്ക് ആ ചെടിയെ ആക്കുന്നതല്ല. അങ്ങനെ ഒരു പ്രൂണിങ് ആണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഐ ഹോപ്പ് ഐ ഹാവ് ആൻസർഡ് യുവർ ക്വസ്റ്റ്യൻ. മാം വേറൊരു ക്വസ്റ്റ്യൻ എഴുതിയിട്ടിട്ടുണ്ട്, നമുക്ക് അതും കൂടെ കഴിഞ്ഞ ശേഷം ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കും, ഒരുപാട് സമയമായല്ലോ. ക്വസ്റ്റ്യൻ ഇതാണ്: ഹ്യൂജ് എമൗണ്ട് ഓഫ് മണി ഈസ് being spent by central government and various state governments to research topic like Saraswati River. What is the kind of research that actually happens in these cases? ഇതിന് ഒരു നല്ല എക്സാമ്പിൾ ആണ്. ഇറ്റ്സ് വെരി റെലവന്റ് ക്വസ്റ്റ്യൻ ബൈ ദ വേ. ഇപ്പം വസന്ത് ഷിൻഡെ ഹെഡ് ചെയ്യുന്ന ഡെക്കൻ, നേരത്തെ ഡെക്കൻ കോളേജ് ആയിരുന്നു, ഇപ്പോഴത്തെ ഡെക്കൻ യൂണിവേഴ്സിറ്റിയില് ഉള്ള സ്കോളേഴ്സ് എൻഗേജ്ഡ് ആയിട്ടുള്ള ഹാരപ്പ സെൻട്രിക് ആയിട്ടുള്ള റിസർച്ച്. ഇവര് പറയാൻ ശ്രമിക്കുന്ന എന്താന്ന് പറഞ്ഞാല് ഹാരപ്പയിൽ ഓൾറെഡി ആര്യൻ സാന്നിധ്യം ഉണ്ടായിരുന്നതാണ്. എന്തിനാണ് ഇവർ പറയാൻ ശ്രമിക്കുന്നത്? ഡേവിഡ് റൈക്ക് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഹാർവേർഡ് ടീമിന്റെ ഇനീഷ്യൽ ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ മൈഗ്രേഷൻസിന്റെ ആ ഒരു വലിയ പ്രൊജക്ടിന്റെ പാർട്ടായിട്ട് ഇവിടുത്തെ DNA അനാലിസിസ് ചെയ്തപ്പോൾ രണ്ട് കാര്യങ്ങളാണ് കണ്ടുപിടിച്ചത്. ANI-യും ASI എന്ന് പറഞ്ഞ ഏൻഷ്യൻ നോർത്ത് ഇന്ത്യൻ DNA-യും ഏൻഷ്യൻ സൗത്ത് ഇന്ത്യൻ DNA-യും ഉണ്ടെന്ന് കണ്ടുപിടിക്കപ്പെട്ടു. അതിൽ ഒരു പർട്ടിക്കുലർ ജീൻ, അത് ആര്യൻ ജീൻ എന്നാണ് അതിനെ എന്താ പറയുന്നത്, നിക്നെയിം ചെയ്തിരിക്കുന്നത്. A1C1 എന്ന് പറഞ്ഞ ഒരു ഹാപ്ലോ ഗ്രൂപ്പിലുള്ള ഒരു ജീൻ. ഈ ജീൻ ഐസൊലേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ള ഡിബേറ്റ്സ് ഉണ്ട്. ബട്ട് ഹാവിങ് സെഡ് ദാറ്റ് ഈ ഒരു ജീൻ ആര്യൻ ഡിസൈൻ, ഈ ആര്യൻ എന്നുള്ള ടേം തന്നെ തെറ്റാണ്, ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവര് വിചാരിക്കുന്നുള്ളൂ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആര്യന്മാരാണെന്ന്. അപ്പൊ അത് ആക്ച്വലി അവരെ വിളിക്കുന്ന പ്രോട്ടോ സാൻസ്ക്രിറ്റ് സ്പീക്കിംഗ് കമ്മ്യൂണിറ്റി എന്നാണ്. കാരണം അവരെ ലിംഗ്വിസ്റ്റിക് ആയിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. അവര് പല പല സ്ഥലത്ത് പല പല ആൾക്കാരുമായിട്ട് ഇന്റർമാരി ചെയ്ത്, കാരണം അവര് സെൻട്രൽ ഏഷ്യൻ സ്റ്റെപ്പിൽ നിന്ന് 2000 BC തൊട്ട് 1500 BC കാലഘട്ടത്തിൽ ഇറാൻ വരെ മൈഗ്രേറ്റ് ചെയ്ത് അവിടെ നിന്ന് 2 ബ്രാഞ്ചുകളായിട്ട്
സ്പ്ലിറ്റ് ചെയ്ത് ഒരു ബ്രാഞ്ച് ഇറാനിലും മറ്റൊരു ബ്രാഞ്ച് ഇന്ത്യയിലോട്ടും വന്ന് അങ്ങനെ വന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ്. അപ്പം അവര് സെൻട്രൽ ഏഷ്യൻ സ്റ്റെപ്പിൽ നിന്ന് വരുമ്പോൾ തന്നെ പല ട്രൈബ്സിലുള്ള ആൾക്കാരാണ്. ആ വന്ന യാത്രയിൽ അവർ ഒരുപാട് പേരുമായിട്ട് കല്യാണം കഴിച്ചു കാണും, അതിൽ കുട്ടികൾ ഉണ്ടായി കാണും. ആ കുട്ടികളിൽ കുറെ പേര് ഈ ഗ്രൂപ്പിലോട് ചേർന്ന് കാണും, അവർ യുദ്ധത്തിൽ ഏർപ്പെട്ട് കാണും, പ്രിസണേഴ്സ് ഓഫ് വാർ ആയിട്ട് കുറെ ആൾക്കാരെ എടുത്ത് കാണും. അങ്ങനെ വലിയ പല പല കമ്മ്യൂണിറ്റി വൈസും ആയിട്ട് ഇന്റർമാരി ചെയ്ത് അതിൽ കുഞ്ഞുങ്ങളുണ്ടായി, റേപ്പുകൾ നടക്കുന്നു, അതിൽ കുഞ്ഞുങ്ങളുണ്ടായി. അങ്ങനെ ഒരു വലിയൊരു പ്രോസസ്സാണ് ഈ ഒരു മൈഗ്രേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ വന്ന ഒരു കമ്മ്യൂണിറ്റി, ഒരു പ്യുവർ കമ്മ്യൂണിറ്റി, ഒരു പ്യുവർ റേസ് എന്ന് നമുക്ക് ഒരിക്കലും വിളിക്കാൻ പറ്റും. പ്യുവർ റേസ് ഉണ്ടോന്ന് തന്നെ ഈ ലോകത്ത് എന്തെങ്കിലും എക്സിസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അത് വേറൊരു ക്വസ്റ്റ്യൻ. ബട്ട് യാതൊരു വിധത്തിലും ഒരു പർട്ടിക്കുലർ റേഷ്യൽ കൊണോട്ടേഷൻ ഉള്ള ഒരു കമ്മ്യൂണിറ്റി അല്ല. അപ്പൊ അവരെ ഒന്നിച്ച് വെച്ചത് ഈ സംസ്കൃത് എന്നുള്ള ഒരു കോമൺ ലാംഗ്വേജും ഒരു കോമൺ കൾച്ചറുമായിരിക്കാം, വിച്ച് വി ഐഡന്റിഫൈ ആസ് വേദിക് കൾച്ചർ. അപ്പം ഈ ഒരു ജീൻ ഇങ്ങനെ ഉണ്ടെന്ന് പറയുന്നത് ടെക്സ്റ്റൽ എവിഡൻസും ആയിട്ട് മാച്ച് ചെയ്യാത്തതിന്റെ ഒരു വലിയ പ്രശ്നം വന്നു. രണ്ട്, ഈ ഒരു ജീനിന്റെ ഒരു പ്രശ്നം വന്നപ്പോഴത്തേക്ക് ഈ ഒരു ജീൻ ഹാരപ്പയിലെ സ്കെലിറ്റൽ എവിഡൻസിലില്ല. അപ്പൊ വളരെ ക്ലിയർലി ഇത് പ്രൂവ്ഡ് ആയി ഹാരപ്പൻസ് ആര്യൻസ് അല്ല എന്നും അതായത് ഹാരപ്പൻസ് വേദിക് പാരമ്പര്യം ഉള്ളവരല്ല എന്നും. പക്ഷെ ഇതിനു മുമ്പേ തന്നെ ഹിസ്റ്റോറിയൻസ് ഇത് പറയുന്നുണ്ട്. കാരണം വേദിക് സിവിലൈസേഷനിൽ കാണുന്ന സാക്രിഫിഷ്യൽ ഓൾട്ടേഴ്സോ ചാരിയറ്റ്സോ ഹോഴ്സോ സ്ട്രാറ്റിഫിക്കേഷനോ വില്ലേജ് സെൻട്രിക് ലൈഫോ ഇതൊന്നും നമുക്ക് ഹാരപ്പയിൽ കാണാൻ പറ്റില്ല. എക്സ്ട്രീംലി അർബനൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു ഹാരപ്പ. അവിടെ ഒരു അമ്പലത്തിന്റെ എവിഡൻസോ ഒരു സാക്രിഫിഷ്യൽ ഓൾട്ടറിന്റെ എവിഡൻസോ ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല. ചാരിയറ്റിന്റെ എവിഡൻസ് ഇതൊന്നും കിട്ടിയിട്ടില്ല. അപ്പൊ വളരെ ക്ലിയർലി ഇത് രണ്ട് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആയിരുന്നു എന്ന് ചരിത്രവും ആർക്കിയോളജിയും ഇപ്പൊ DNA എവിഡൻസും ഓൾറെഡി സജസ്റ്റ് ചെയ്യുന്നു. അപ്പൊ അവർക്ക് പ്രശ്നം വരുന്നത് എന്താന്ന് പറഞ്ഞാൽ, അയ്യോ അപ്പൊ ഇന്ത്യയില് എല്ലാവർക്കും ഓൾറെഡി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഹാരപ്പ ആണ് ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലെ ആദ്യത്തെ സിവിലൈസേഷൻ. അപ്പൊ പിന്നെ ഇത് ഉത്കണ്ഠയായി, പേടിയായോ, ഞങ്ങൾ ഔട്ട്സൈഡിൽ നിന്ന് വന്നവരാണെന്ന് തെളിയുമോ? അപ്പൊ ആദ്യത്തെ സിവിലൈസേഷൻ ഉണ്ടാക്കിയത് ഞങ്ങളല്ലേ? അപ്പൊ ആദ്യത്തെ സിവിലൈസേഷൻ വേദിക് സിവിലൈസേഷൻ അല്ലല്ലോ. അപ്പൊ അത് പ്രൂവ് ചെയ്യേണ്ട വലിയ ആവശ്യമുണ്ടല്ലോ വേദിക് സിവിലൈസേഷൻ തന്നെയാണെന്ന്. കാരണം ഇവരുടെ റൂട്ട് എന്ന് പറയുന്ന ഇവരുടെ ഏറ്റവും അടിസ്ഥാനം ഇളക്കുന്ന കാര്യമാണ് ഹാരപ്പൻ സിവിലൈസേഷൻ വേദിക് സിവിലൈസേഷൻ തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല എന്നുള്ളത്. സോ അവർക്കത് റീഇൻഫോഴ്സ് ചെയ്യണം, എങ്ങനെയെങ്കിലും റീഇൻഫോഴ്സ് ചെയ്യണം ഹാരപ്പ ആക്ച്വലി വേദിക് ട്രഡീഷന്റെ ഭാഗമായിരുന്നു. അപ്പൊ അതിനു വേണ്ടിയാണ് ഇവർ ഇത്രയും ക്രോർസ് ഓഫ് റുപ്പീസ് പമ്പ് ചെയ്യുന്നത്. സോ വാട്ട് ഈസ് ഹാപ്പനിങ്? ആർക്കിയോളജിക്കൽ എവിഡൻസ് ലൈക്ക് ഇൻ ദ കേസ് ഓഫ് ദ ബാബറി മസ്ജിദ് എക്സ്കവേഷൻസ് ഫാബ്രിക്കേറ്റഡ് ആകാൻ ചാൻസ് ഉണ്ട്. സിനോലിയുടെ ഒക്കെ ഈ ഒരു ഡോക്യുമെന്ററി തന്നെ വിളിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ആ ഒരു വീഡിയോ ഞാൻ കണ്ടപ്പം അവിടെ വളരെ ചെറിയ ചാരിയറ്റ്സിന്റെ ഈ ചാരിയറ്റ് അല്ല അത് ആക്ച്വലി ഇത് കാളവണ്ടി പോലത്തെ ഒരു കാര്യത്തിന്റെ ഒരു മിനിയേച്ചർ. അത് ഈ കുഞ്ഞുങ്ങളൊക്കെ കളിക്കാൻ അല്ലെങ്കിൽ റിച്വലിന് വേണ്ടി ഉണ്ടാക്കുന്ന ഈ നമ്മൾ ഈ രഥമൊക്കെ അമ്പലത്തിൽ നിന്നൊക്കെ വലിച്ചുകൊണ്ട് പോകുമ്പോൾ അതിനകത്ത് രൂപങ്ങൾ വെക്കില്ലേ, അപ്പൊ അങ്ങനെയുള്ളൊരു രൂപമാണ് അതിനെ വലിയ ചാരിയറ്റ് ആയിട്ട് അവതരിപ്പിക്കുന്നത്. സോ ഒന്ന്, ദർ മൈറ്റ് ബി മാനിപ്പുലേഷൻ. സെക്കൻഡ്, ദർ മൈറ്റ് ബി ഫാബ്രിക്കേഷൻ വിച്ച് ഇസ് ഹാപ്പനിങ്. അല്ലെങ്കിൽ വസന്ത് ഷിൻഡെ ഒക്കെ പറയുന്ന പോലെ ബ്ലേറ്റന്റ് ലൈസ് പറയുന്നത്. വസന്ത് ഷിൻഡെ ഒക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഹാരപ്പയിൽ നിന്ന് വെളിയിലുള്ള ജീൻ എന്ന് പറയുന്നത് ആക്ച്വലി ഈ ജീനാണ്, ഈ ഹാപ്ലോഗ്രൂപ്പിലുള്ള ജീനാണ്, കണ്ടെത്തിയിട്ടില്ല. അതുകൊണ്ട് ഇവരെല്ലാം ആദ്യം തൊട്ടേ ഇന്ത്യക്കാരായിരുന്നു. ഇതെന്ത് ലോജിക്കാണെന്ന് പോലും മനസ്സിലാകുന്നില്ല. ആൻഡ് ഹി ഓൺലി സേസ് ദിസ് ഇൻ ഹിന്ദി. സെല്ലിൽ എഴുതിയ പേപ്പറിലൊക്കെ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ വന്നിട്ടുള്ളവര് ഇറാനിയൻ ഡിസെന്റ് ഉള്ള 20,000 to 12,000 BC മൈഗ്രേറ്റ് ചെയ്ത ആൾക്കാരായിരിക്കും. സെല്ലിൽ എഴുതിയ നേച്ചറിൽ എഴുതിയ ആർട്ടിക്കിളൊക്കെ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. പക്ഷെ ഹിന്ദി ആർട്ടിക്കിൾസ് ഹിന്ദി ടോക്കിലും ചെന്ന് പറയുമില്ല അവിടെ സ്കെലിറ്റൽ എവിഡൻസിൽ ആര്യൻസിനെ കണ്ടെത്തിയിട്ടുണ്ടെന്ന്. സോ ആൻഡ് ദാറ്റ് ഈസ് വൈ ഹി വാസ് ഓൾസോ മേഡ് എ വൈസ് ചാൻസലർ. പേഴ്സണൽ ആയിട്ട് അറ്റാക്ക് ചെയ്യുന്നതല്ല, ബട്ട് ദിസ് ഇസ് വാട്ട് ഹസ് ഹാപ്പൻഡ്. So and then unfortunately when it comes to archaeologist എങ്ങനെയാണ് ഡേറ്റയെ ഇന്റർപ്രറ്റ് ചെയ്യുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ അത് കോണ്ടെക്സ്ച്വലി അല്ലാതെ ഇന്റർപ്രറ്റ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്.
അങ്ങനെ തെറ്റായി ഇന്റർപ്രറ്റ് ചെയ്താണ് നമ്മുടെ പശുപതി സീൽ. ഇന്നും അത് ശിവന്റെ പശുപതി സീലാണെന്ന് വിചാരിക്കുന്നത്. ആക്ച്വലി അതൊരു ഷാമനിക് റെപ്രസെന്റേഷൻ ആണ്. സോ ദാറ്റ് നമ്മൾ ആ മോർട്ടിമർ വീലറിന്റെ ജെയിംസ് മില്ലിന്റെ ഒക്കെ കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോകുന്നത് വളരെ വളരെ ഡേഞ്ചറസ് ആണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം അത് കാവ്യവൽക്കരണത്തിന് മാത്രം പ്രശ്നമല്ല, ചരിത്രത്തിനെ ഡിസ്റ്റോർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഐഡന്റിറ്റീസിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. നമ്മുടെ നെക്സ്റ്റ് ജനറേഷൻ ഉണ്ടാകുമ്പോൾ അവരുടെ നാഷണൽ ഐഡന്റിറ്റിയെ മൊണോളത്തൈസ് ചെയ്യുന്നതിന് തുല്യമാണ്. ഓക്കെ, താങ്ക് യു. ഓക്കെ മാം, അപ്പം നമ്മളിപ്പോ ഓൾറെഡി സമയം എക്സ്റ്റെൻഡഡ് ആയി. വിഷയം അതുപോലത്തെ ഒരു വിഷയം ആയതുകൊണ്ടാണ്. നമുക്കറിയാം, നമ്മള് BA ഹിസ്റ്ററി പഠിക്കുന്ന സമയത്ത് ആണ് നമ്മൾ പല കുട്ടികളും തന്നെ ചരിത്രത്തിലേക്ക് ചരിത്ര പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങുകയും ചരിത്രത്തെ പറ്റി ഒരു ധാരണ, അതുവരെ പല സ്ട്രീമിൽ നിന്നുള്ളവരായിരിക്കും BA ഹിസ്റ്ററി എടുത്ത് വരികയും ഒക്കെ ചെയ്യുന്നത്. അപ്പൊ അവരുടെ അതിലൂടെയാണ് ഭാവിയിലെ ചരിത്രകാരന്മാരെ സൃഷ്ടിക്കപ്പെടുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു അവരുടെ പ്രാരംഭഘട്ടത്തിൽ, അവരുടെ ആദ്യത്തെ ആ ഒരു സ്റ്റേജിൽ തന്നെ അൺസയന്റിഫിക് ആയിട്ട്, ഇപ്പം നമ്മൾ ശാസ്ത്രം പോലെ തന്നെ ഒരു സയന്റിഫിക് സബ്ജക്റ്റ് ആണ് ചരിത്രം എന്ന് പറയുന്നത്. പരീക്ഷണ നിരീക്ഷണ അടിസ്ഥാനത്തിൽ തന്നെയാണ് ചരിത്രത്തിലും കാര്യങ്ങൾ എഴുതപ്പെടുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഇതിനെ തന്നെ കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്തുകൊണ്ട്, ഇതിനെ കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ചെയ്തുകൊണ്ട് വരുമ്പോൾ ഇപ്പൊ നമുക്കറിയാം, നമ്മളുടെ ഇന്നലെ 2-3 ദിവസം വന്ന ഹോക്കി കളിക്കുന്ന കുട്ടിയുടെ മതം നോക്കിയിട്ട് അത് ആ താഴ്ന്ന ജാതിയിൽപ്പെട്ട അതായതുകൊണ്ടാണ് നമുക്ക് ഇത്തവണ ഇത് മെഡൽ കിട്ടാണ്ട് പോയത്, നമ്മൾ ജയിക്കാണ്ട് പോയത് എന്നിങ്ങനെയുള്ള അശാസ്ത്രീയപരമായിട്ടുള്ള ആശയങ്ങൾ സമൂഹത്തിൽ വരികയും അതുപോലെ ഈ രാമന്റെ ഭൂമി അല്ലെങ്കിൽ ഇപ്പം രാമൻ ശ്രീലങ്കയിലേക്ക് പോയിട്ടുള്ള അവിടെ പോയി എക്സ്കവേഷൻ നടത്തുന്നത്, ഇങ്ങനെയുള്ള അശാസ്ത്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത് കൃത്യമായ ചരിത്ര ബോധം ഇല്ലാണ്ട് വരുമ്പോഴാണ്. അപ്പൊ ഇതിനെല്ലാം കുറച്ചും കൂടെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് ഇപ്പൊ പുതിയ ചരിത്ര സിലബസ് വന്നിരിക്കുന്നത്. അപ്പൊ ഇത് NEPയുടെ ഭാഗമായിട്ട് തന്നെയാണ് വന്നത്. നമുക്ക് NEPയിൽ അറിയാം, അതൊരു വിദ്യാഭ്യാസത്തെ കംപ്ലീറ്റ്ലി കൊമേഴ്ഷ്യലൈസ് ചെയ്യുന്ന, പ്രൈവറ്റൈസ്ഡ് ചെയ്യുന്ന, മനുഷ്യനെ ചിന്തിക്കാൻ കഴിവില്ലാത്തവനാക്കുക എന്ന രീതിയിൽ വന്നിരിക്കുകയാണ്. അപ്പൊ ഇത് എല്ലാം കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതുണ്ട്. അപ്പം ഈ ഡിസ്കഷനിൽ ഇവിടെ ഇത്രയും നേരം നമ്മളോട് പങ്കെടുക്കുകയും വളരെ വിശദമായിട്ട് തന്നെ, വളരെ ഹ്യൂജ് ടോപ്പിക് ആണ് എന്നിരുന്നാൽ പോലും മാം മാക്സിമം സിമ്പിൾ ആയിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പം ADSOയുടെ പേരിൽ മാമിനെ ഞാൻ നന്ദി അറിയിക്കുന്നു. പിന്നെ ഇതുപോലുള്ള ടോക്കുകളിൽ മാം വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം എല്ലാവർക്കും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെ വളരെ വിശദമായിട്ട് തന്നെ മാം പറഞ്ഞു. അപ്പം മാമിന് എല്ലാവിധ നന്ദിയും. അതുപോലെ ഇവിടെ ഈ പരിപാടിയിൽ വന്ന വിവിധ കോളേജുകളിൽ ഹിസ്റ്ററി പഠിക്കുന്ന കുട്ടികൾ വന്നിട്ടുണ്ട്. ADSO സാക്കിളുണ്ട്, അതുപോലെ സേവ് എഡ്യൂക്കേഷൻ കമ്മിറ്റിയിലെ ആളുകൾ, അങ്ങനെ പല വിഭാഗത്തിലുള്ള ആളുകളുണ്ട്. അപ്പം എല്ലാവർക്കും ഞാൻ ഒറ്റ വാക്കി തന്നെ നന്ദി പറയുന്നു. ഈ ചർച്ചയുടെ അവസാനിച്ചതായി അറിയിച്ചു. താങ്ക് യു. Thanks everyone.